നേരത്തെ വായിച്ച വചനത്തിൻ്റെ തുടർച്ചയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ വചനഭാഗമാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ, ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ, അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ, പരസ്പരം കള്ളം പറയരുത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു സാത്താൻ നുണയനും നുണയൻ്റെ പിതാവുമാണ്. നമ്മൾ ഒരു മാസം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അഭിഷേകം കെട്ടുപോകാൻ ഒരു നുണ പറഞ്ഞാൽ മതി. ഒരു മാസം നമ്മൾ തുടർച്ചയായിട്ട് ഒത്തിരി പ്രാർത്ഥനകൾ ചെയ്തു, ഒത്തിരി ധ്യാനങ്ങൾ തന്നെ കൂടിയെന്നിരിക്കട്ടെ, അതിൻ്റെ അഭിഷേകം കെട്ടുപോകാൻ, ഒറ്റയടിക്ക് കെട്ടുപോകാൻ ഒരു നുണ മതി. ഒരൊറ്റൊരു നുണയിൽ ഏറ്റവും കൂടുതൽ അരൂപികൾ ഉൾച്ചേർന്നിട്ടുണ്ട്. കാരണം ഒരു നുണ പറയണമെങ്കിൽ എൻ്റെ ആത്മാവത്രത്തോളം ഒരു ഒരു ആത്മാവിനെ ഒരു ഇരുമ്പ് കവചത്തിനകത്തിട്ട് അടിയിൽ നിന്നൊരു തീ കൊളുത്താൽ എങ്ങനെ ഇരിക്കും, അതാണ് ആ അവസ്ഥ എന്ന് പറയുന്നത്. സത്യമാണ് ക്രിസ്തു ദൈവപുത്രൻ, അല്ലെങ്കിൽ എന്നിൽ വസിക്കുന്ന ത്രിയേക ദൈവം എന്ന് പറയുന്ന സത്യം. ഈ സത്യത്തിനെതിരെ സത്യത്തെ മറച്ചു വയ്ക്കുക. ഞാൻ പറഞ്ഞില്ല, ഒരു ഇരുമ്പ് കവചത്തിനകത്തിട്ട് ഞാൻ അടിയിൽ നിന്ന് തീ കൊളുത്തിയാൽ അത് കിടന്ന് വെന്തുരുകുന്നൊരവസ്ഥയുണ്ട്. ഈ ഒരു അവസ്ഥയിൽ സാത്താൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സമയമാണ്. നമ്മളൊരു ചെറിയൊരു കാര്യത്തിൽ നിന്ന് എസ്കേപ്പ് ആവാൻ നമ്മൾ ആദ്യം ആശ്രയിക്കുന്ന സ്പിരിറ്റാണ് നുണയെന്ന് പറയുന്ന അരൂപിയം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദത്തോട് ദൈവം പറഞ്ഞു, തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം നീ ഭക്ഷിക്കാം, പക്ഷെ നന്മകളെ തിരിച്ചറിയുന്ന അറിവിൻ്റെ വൃക്ഷത്തിലെ ആ ഫലത്തെ നീ ഭക്ഷിക്കരുത്, തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ഇത് തന്നെ സർപ്പം ഹവ്വായുടെ മുന്നിലെത്തി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഹവ്വ സർപ്പത്തോട് പറയുന്നുണ്ട്, തോട്ടത്തിലെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയോ തൊടുക പോലുമോ ചെയ്യരുത്. ദൈവം പറഞ്ഞിട്ടില്ല തൊടുക പോലുമോ ചെയ്യരുത് എന്നൊരു വചനം ആദ്യത്തേതിലില്ല. നീ ഭക്ഷിക്കരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും, അത്രയേ പിതാവായ ദൈവം പറഞ്ഞിട്ടുള്ളൂ. ഹവ്വ കേൾക്കാത്തത് ആദത്തോട് പറഞ്ഞത്, ഹവ്വ കേൾക്കാത്തത് ഹവ്വ സർപ്പത്തോട് പറഞ്ഞപ്പോൾ തൊടുക പോലുമോ ചെയ്യരുത് ഹവ്വായുടെ പേർക്ക് കയ്യിൽ നിട്ട് കൊടുത്തു. നുണയാണ് ആദ്യത്തെ പാപം. അവിടെ നിന്ന് തുടങ്ങുകയാണ് അനുസരണക്കേടിൻ്റെ സ്പിരിറ്റുകൾ. ആദ്യം വരുന്നത്, പ്രിയപ്പെട്ട ദൈവജനം, ഏറ്റവും ആദ്യം കടന്നു വന്ന പാപം എന്ന് പറയുന്ന നുണ തന്നെയാണ്. അതിന് കാരണം ഉൽപ്പത്തി 1:2 കാരണം ആഴിക്ക് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. അതായത് സൃഷ്ടിക്കാത്തത് എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്ധകാരമാണ്. സൃഷ്ടിച്ചിട്ടില്ല, ബാക്കി ഉണ്ടായിരുന്നു. സൃഷ്ടികർമ്മം പൂർത്തിയാകുന്നത് മുൻപ് ആ ഒരു ആദ്യത്തെ 2 അധ്യായങ്ങൾ എടുത്ത് വായിച്ചാൽ അതിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഉൽപ്പത്തി 1:2. ആഴിക്ക് മുകളിൽ അന്ധകാരം ഉണ്ടായിരുന്നു. അതായത് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് ആഴിക്ക് മുകളിൽ അന്ധകാരം ഉണ്ടായിരുന്നു. ഈ അന്ധകാരത്തിലാണ് കർത്താവ് പറഞ്ഞത് വെളിച്ചമുണ്ടാവട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചത്തെ ദൈവം നല്ലതെന്ന് കണ്ടു. വെളിച്ചത്തെ ദൈവം ഇരുളിൽ നിന്ന് വേർതിരിച്ചു. ഇരുളിൽ നിന്ന് വേർതിരിച്ചിട്ടേ ഉള്ളൂ. വെളിച്ചം വന്നപ്പോൾ അന്ധകാരം മാറിയിട്ടില്ല. വെളിച്ചം വന്നപ്പോൾ ഒരിക്കലും അന്ധകാരം സ്ഥാനമൊഴിഞ്ഞിട്ട് വെളിച്ചത്തിന് എന്നാ നീ ഭരണം ഏറ്റെടുത്തോ എന്ന് പറഞ്ഞിട്ടില്ല. വെളിച്ചം വന്നപ്പോൾ അന്ധകാരം മാറി. വെളിച്ചത്തിന് ദൈവം പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. അങ്ങനെ സന്ധ്യയായി, ഉഷസ്സായി. 1-ാം ദിവസം ആദ്യം സന്ധ്യയാണായത്, പിന്നീടാണ് ഉഷസ്സായത്. ഹല്ലേലൂയ. 6 സൃഷ്ടികർമ്മങ്ങൾ എടുത്താലും സന്ധ്യയായിട്ടാണ് ഉഷസ്സാകുന്നത്. മീൻസ് ആദ്യം സന്ധ്യ, ആദ്യം ഇരുട്ട, അതിനുശേഷം ഉഷസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. സന്ധ്യയായി, ഉഷസ്സായി. ദിവസങ്ങൾ ഓരോന്നിങ്ങനെ കടന്നു പോകുമ്പോൾ സന്ധ്യയായി, ഉഷസ്സായി. ഇതിൽ നമ്മൾ ചെയ്യുന്ന പാപത്തിൽ ഏറ്റവും വലിയ അവസ്ഥയിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പാപമാണ് കളവ് പറയുന്ന അവസ്ഥ എന്ന് പറയും, നുണ പറയുന്ന അവസ്ഥ. നുണ പറയും നമ്മൾ. ഏതെങ്കിലും ഒരു അവസ്ഥയിൽ പരസ്പരം പറയുന്ന നുണ നമ്മുടെ ആത്മാവിനെ കെടുത്തിക്കളയും. പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ ചൈതന്യത്തെ തല്ലിക്കെടുത്തുന്ന പാപമാണ് നുണ. തൽക്കാല രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ്. പെട്ടെന്ന് എസ്കേപ്പ് ആവാൻ മറ്റൊരു വഴിയില്ലാത്തപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ആശ്രയത്വം വയ്ക്കുന്ന പാപമാണ് നുണ.
ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കാം ഒരു നുണ പറഞ്ഞു തീർന്നു, കുമ്പസാരത്തിലേറ്റ് പറയും. നമ്മൾ അറിയുന്നില്ല നമ്മളിലുള്ള പ്രാർത്ഥനാ ചൈതന്യത്തെ അത് കെടുത്തിക്കളയും. പ്രാർത്ഥിക്കുന്ന വ്യക്തി നുണ പറയുന്ന നാവോടുകൂടിയാണെങ്കിൽ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റില്ല. നുണ പറയുന്ന നാവ് വചനത്തെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ പറയുന്നതിൽ തെറ്റുകൾ പറ്റും. നുണ പറയുന്ന അധരം പ്രാർത്ഥിക്കാനിരുന്നാൽ ആ പ്രാർത്ഥനയിൽ പല വിചാരങ്ങൾ കടന്നു വരും. നുണ പറയുന്ന അധരത്തിൽ ഒരിക്കലും ദൈവത്തിൻ്റെ വചനം വാഴുകയില്ല. നുണ പറയുന്ന അധരമാണോ ആ വ്യക്തി ഒരിക്കലും വചനം ബൈഹാർട്ട് പഠിക്കില്ല. പഠിക്കാൻ ശ്രമിച്ചാലും ഒന്നും തലയിൽ കയറില്ല. പഠിച്ചത് മറന്നുപോയി എന്നൊക്കെ പറയില്ലേ. നുണ പറയുന്ന അധരമുണ്ടോ ആ വിദ്യാർത്ഥികൾ ഒരിക്കലും നല്ല ഒരു എന്താ പറയുക ഗോൾ അച്ചീവ് ചെയ്യില്ല. അതങ്ങനെയാണ്, അതിൻ്റെ കിടപ്പ് വശം അതാണ്. കാരണം അത്രത്തോളം സാത്താൻ്റെ അരൂപിയാണ്. കാരണം പറഞ്ഞു വെച്ചിരിക്കുന്നത് നുണയൻ പിതാവാണ്. നുണ പറയുന്നവൻ സാത്താൻ്റെ അപ്പൻ. അതായത് അപ്പനെന്ന് സാത്താനെ വിളിക്കുന്നതിന് ഈക്വലായിട്ടുള്ള പാപമാണത്. ത്രിയേക ദൈവം എൻ്റെ അപ്പൻ, ദൈവമായ കർത്താവിൻ്റെ സ്ഥാനം ഞാൻ സാത്താന് വെച്ച് കൈമാറുന്ന ഏറ്റവും സിമ്പിളും എന്നാൽ നമ്മളൊട്ടും അറിയാത്തതുമായിട്ടുള്ള ഒരു സ്പിരിറ്റാണെന്നാണ് പറച്ചില്ല രൂപി. ഇത് നമ്മളുടെ ആത്മാവിനെ തല്ലിക്കെടുത്തും പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ തലമുറ വിശുദ്ധീകരണ ധ്യാനമായതുകൊണ്ടാണ് കൂടുതൽ ആത്മാവിൻ്റെ മേഖലകൾ ടച്ച് ചെയ്തു പോകുന്നത്. കാരണം നമ്മുടെ ആത്മാവിൻ്റെ കെട്ടുപോകുന്ന അവസ്ഥകളാണ് പലപ്പോഴും ആത്മാവ് നമ്മൾ എന്താ പറയുക നിത്യസ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ട തലത്തിൽ നിന്ന് നമ്മളിങ്ങനെ നമ്മുടെ ആത്മാവ് കെട്ടുപോകുന്ന അവസ്ഥയിലേക്ക്, എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നൊരവസ്ഥയിലേക്ക്, ഭയത്തിൻ്റെ അരൂപിയിലേക്ക് എല്ലാം ഇതിങ്ങനെ കൂപ്പുകുത്തി വീഴും. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളോട് പറയുന്നു ഈ സ്പിരിറ്റ്, കള്ളം പറയുന്ന സ്പിരിറ്റ്, കള്ളം പറയുന്ന അരൂപി നമ്മളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ അധരത്തിലുണ്ടെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ഒരു ഒറ്റ സ്പിരിറ്റ് മതി. ആ വ്യക്തി ഒരിക്കലും ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്കും ആ വ്യക്തി എത്തില്ല. ഉറപ്പാണ്, എത്തില്ല. എങ്ങനെ പരിശ്രമിച്ചാലും എത്താൻ പറ്റില്ല. എത്രയെല്ലാം പഠിച്ചാലും അവസാനം വരുമ്പോൾ ഒന്നും നേടില്ല. എത്ര പഠിച്ച് നേടിയാലും അതനുസരിച്ചുള്ള ജോലി ലഭിക്കില്ല. കാരണം ഈ സ്പിരിറ്റ് നിത്യകാലം വസിക്കും. കാരണം ഇതിലൊരു ആശ്രയത്വം ആ വ്യക്തി വെച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞും രക്ഷപ്പെടാൻ, സ്വന്തം മുഖം രക്ഷിക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ നീതീകരിക്കാൻ, ഇതിനെല്ലാത്തിനും ആശ്രയിക്കുന്ന ഏക ഘടകം ഈ സ്പിരിറ്റാണ്. അതായത് ഞാൻ എൻ്റെ ഒരു ബൈസ്റ്റാൻഡറിനെ കൊണ്ടു നടക്കുന്നതിന് തുല്യമാണ് നുണ പറയുന്ന അരൂപി എന്ന് പറയുന്നത്. എനിക്കൊരു ബൈസ്റ്റാൻഡറുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന അധരം കൊണ്ട് ചെയ്യുന്ന പാപമാണ് എൻ്റെ ബൈസ്റ്റാൻഡറായിട്ട് എൻ്റെ ആത്മാവിനോട് കൂടെ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ പറയുമ്പോൾ എൻ്റെ കാവൽ മാലാഖയുടെ ഡ്യൂട്ടി വരെ ഈ പറയുന്ന സ്പിരിറ്റ് ഏറ്റെടുക്കുക. ഞാനൊരു നുണ പറയുമ്പോൾ എൻ്റെ കാവൽ മാലാഖയാണ് സത്യം പറയുന്ന എന്നെ ലോകത്തിൻ്റെ അരൂപിയിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യാജം പറയുന്ന നാവുകളിൽ നിന്ന് ആ സത്യം പറയുമ്പോൾ ചിലതൊക്കെ ദഹിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചടിയിൽ നിന്നെല്ലാം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എൻ്റെ കാവൽ മാലാഖയുണ്ട്. ആ കാവൽ മാലാഖയ്ക്ക് ഞാൻ കൊടുക്കേണ്ട സ്ഥാനമാണ് നുണ എന്ന് പറയുന്ന ഈ ഒരു സ്പിരിറ്റിന് ഞാൻ വെച്ച് കൈമാറുക. അതായത് എൻ്റെ ബൈസ്റ്റാൻഡറായിട്ട് എന്നോടൊപ്പം നിൽക്കി, എൻ്റെ ഫസ്റ്റ് കോപ്പിയായിട്ട് ഇതിങ്ങനെ കൂടെ നടക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, എന്നെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്കും എത്തിക്കില്ല, എന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എത്തിക്കത്തില്ല. എല്ലായിടത്തും നുണ മാത്രം പറഞ്ഞ് എല്ലായിടത്തും മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ എന്തോ ആയി എന്ന് മറ്റുള്ളവർ എന്നെക്കുറിച്ച് ധരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ മുൻപിൽ നിൻ്റെ സ്ഥാനം, നിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ നിനക്കറിയില്ല. എത്രയോ ദൂരം നീ പിന്നോട്ടാണ് നടക്കുന്നതെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല. പറയുമ്പോൾ ഒരു നുണ, ഒരു ചെറിയൊരു നുണ, ചെറുതല്ല പ്രിയപ്പെട്ട ദൈവജനമേ. ഒരു നുണയ്ക്ക് ഈ 10 കൽപ്പനയിൽ 10 ലംഘിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്പിരിറ്റ്, ഒരു അരൂപി ഒരു നുണയിലുണ്ട് എന്നുള്ളത് മറക്കരുത്. ഏത് കൽപ്പന ലംഘിക്കണമെങ്കിലും നുണയെന്ന് പറയുന്ന ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ ഒരു കൽപ്പനയും നമുക്ക് ലംഘിക്കാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്താ? മാരക പാപങ്ങൾ ചെയ്യാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകമാണ്, എൻ്റെ ആത്മാവിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ, എൻ്റെ ചിന്തകളെ സപ്പോർട്ട് ചെയ്യുന്ന സാത്താൻ തന്നിരിക്കുന്ന ഒരു ഘടകമാണ് നുണയെന്ന് പറയുന്ന അരൂപി. ഇത് കൂടെ കയ്യിലുണ്ടോ? ഇത് കൂടെ അധരത്തിലുണ്ടോ? നിൻ്റെ ജീവിതത്തിലുണ്ടോ? ജീവിതം നീ ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തില്ല. ബാധ്യതകളും അസ്വസ്ഥതകളും കെട്ടുകളും മാത്രമേ അവസാനം നിനക്ക് നീക്കിയിരിപ്പായിട്ട് സമ്പാദ്യമായിട്ട് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. കാരണം അത്രത്തോളം ഈ അരൂപി നിൻ്റെ ആത്മീയ ജീവിതത്തെ, പ്രാർത്ഥനാ ചൈതന്യത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ജീവിതം മാത്രമല്ല, നമ്മളായിരിക്കുന്ന അവസ്ഥകളാണ്. ഇവിടെ സ്ലീഹ പറയുന്നു, പരസ്പരം നുണ പറയരുത്, പരസ്പരം നുണ പറയരുത്. അരുത് എന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം കൽപ്പനകൾ തന്നെയാണ്. ചെയ്യണം എന്ന് പറഞ്ഞതും കൽപ്പന തന്നെയാണ്. അപ്പോൾ അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പന
ശ്ലീഹായുടെ അധരത്തിലൂടെ സ്വർഗം നമുക്ക് വചനമായി തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്വീകരിക്കുന്നത് ക്രിസ്തുവിനെ സ്വീകരിക്കുക. സത്യം, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഈ ഒരു 3 കോളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിലുള്ള 3 അവസ്ഥകൾ: വഴി, സത്യം, ജീവൻ. ഇതിൽ രണ്ടാമത്തേത് സത്യം എന്ന് പറയുന്ന അവസ്ഥ. ഈ 3 അവസ്ഥകളോട് ചേർത്ത് വെക്കുന്നതാണ് പരിശുദ്ധമ്മ പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി. ഈ 3 കോള് എന്ന് പറയുന്നത്, ഈ 3 കോള് തന്നെയാണ് സന്യസ്തരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം, അനുസരണം, ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ഇത് 3 ആണികളാണ്, 3 സഹനങ്ങളാണ്, 3 വിളികളാണ്. ഈ 3 വിളികളുമായിട്ട് കണക്റ്റഡ് ആണ് നമ്മളെല്ലാവരുടെയും ജീവിതവും. ഈ ദാരിദ്ര്യത്തിൻ്റെയോടും അനുസരണത്തിനോടും ബ്രഹ്മചര്യത്തോടും കണക്റ്റഡ് ആണ്. ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും പാലിക്കേണ്ട ബ്രഹ്മചര്യങ്ങളും അനുസരണത്തിൻ്റെ വ്രതങ്ങളും അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ അഭിഷേകമൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന അഭിഷേകത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വിശ്വസ്തത, ദൈവത്തോട് പുലർത്തുന്ന വിശ്വസ്തതയും ദൈവം എന്ന് പറയുന്ന വിശ്വാസത്തെ സ്വീകരിക്കുന്നതും, ഇത് രണ്ടുമാണ് പ്രാർത്ഥനയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങളെന്ന് പറയുന്നത്. ഇവിടെ ശ്ലീഹ പറയുന്നു, നിങ്ങൾ പരസ്പരം നുണ പറയരുത്, കള്ളം പറയരുത്. നമ്മുടെ നാവ് ദുഷിപ്പുണ്ടാക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധരത്തിൽ നിന്ന് ഒരാളൊരു ആശ്വാസവാക്ക് കേൾക്കാൻ വരുമ്പോൾ നുണ പറയുന്ന അധരത്തിൽ നിന്ന് ആശ്വാസമല്ല, ഇറിറ്റേറ്റഡ് ആക്കും സംസാരങ്ങൾ. നമ്മൾ പറയുമ്പോൾ നുണ പറയുന്ന അധരമാണ് നമ്മളുടേതെങ്കിൽ കേൾക്കുന്ന വ്യക്തിക്ക് ഇറിറ്റേറ്റഡ് ആകും, അവർക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും. നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മളിന്ന് മാറിപ്പോകണം എന്നൊരു ചിന്ത അവർക്ക് വരും. കാരണം ഇതിൽ നിന്ന് പുറപ്പെടുന്നത് അഭിഷേകമല്ല, അധരത്തിൽ നിന്ന് പുറപ്പെടുന്നത് അത് അരൂപിയാണ്. എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്നത് അരൂപിയ. അതുകൊണ്ട് ഈ നുണ പറയുന്ന നാവിൻ്റെ പ്രത്യേകത, ഈ നാവിലാണ് നമ്മളുടെ ടേസ്റ്റ് ബഡ്സ് ഉള്ളത്. ഈ നാവിനകത്താണ്, ഈ നാവ് നമ്മൾ വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും വചനം കൊടുക്കാനും പ്രാർത്ഥിക്കാനും സംസാരിക്കാനും എന്നു വേണ്ട എല്ലാം ഈ ഒരേ അധരം കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഈ അധരത്തിലേക്ക് ഏറ്റവും കൂടുതൽ പൈശാചികതയെ ക്ഷണിച്ചു വരുത്തുന്ന ഒരേ ഒരു സ്പിരിറ്റാണ് നുണ പറയുന്ന ആത്മാവിൻ്റെ അരൂപി എന്ന് പറയുന്ന നുണയൻ്റെ ആത്മാവ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് ഈ അധരത്തിൽ എന്നേക്കുമായിട്ട്, പിന്നെ ഈ അധരത്തിൽ ഈ അരൂപി വസിക്കുമ്പോൾ ഈ ഭക്ഷണം മുഴുവൻ ഈ അരൂപിയാൽ നിറഞ്ഞാണ് എൻ്റെ ഉദരം സ്വീകരിക്കുന്നത്. എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ പുറത്തേക്ക് വരുമ്പോൾ ഈ അധരത്തിൽ ഈ അരൂപിയിൽ നിറഞ്ഞ പൊതിഞ്ഞ പ്രാർത്ഥനകളാണ് പുറത്തേക്ക് വരുന്നത്. ഞാനൊരു നന്മ പറയുമ്പോഴും ഈ അരൂപിയിൽ നിറഞ്ഞതായിരിക്കും. ആ നന്മയുടെ കോട്ടിങ് പാപത്തിൻ്റെ കോട്ടിങ് ആയിരിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ എൻ്റെ അധരത്തിൽ എനിക്കെന്തും നിക്ഷേപിക്കാൻ പറ്റും. എൻ്റെ അധരത്തിൽ പ്രാർത്ഥന നിക്ഷേപിക്കാൻ പറ്റും, ദൈവസ്തുതിപ്പുകൾ നിക്ഷേപിക്കാൻ പറ്റും. എൻ്റെ അധരത്തിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കാത്ത, സന്തോഷിപ്പിക്കുന്ന എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും വിഷമിപ്പിക്കാത്ത ഒരു സംസാര രീതി എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നതിന് എതിർവശത്ത് നിൽക്കുന്ന സ്പിരിറ്റാണ് നുണയൻ്റെ ആത്മാവ്. അതുകൊണ്ട് ശ്ലീഹ പറയുന്നു, പരസ്പരം കള്ളം പറയരുത്, പരസ്പരം കള്ളം പറയരുത്. അതായത് ഇത് കൊളോസോസുകാരോട് ശ്ലീഹ പറയുമ്പോൾ നമ്മളോട് പറയുന്നതായിട്ട് നമ്മളിതിനെ സ്വീകരിച്ചാൽ, പ്രിയമുള്ളവരെ, പരസ്പരം, അതായത് കുടുംബത്തിൽ പരസ്പരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭവനത്തിൽ നമ്മൾ പരസ്പരം മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ഭാര്യ ഭർത്താവും എന്ന് വേണ്ട ഈ ഒരു ബന്ധം, പരസ്പരമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ ഒരൊറ്റ നുണ മതി. ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ കുടുംബത്തിൽ നമ്മളെപ്പോഴെല്ലാം ഒരു നുണയെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഒരു നുണയെ നമ്മൾ തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ കുടുംബത്തിലേക്ക് ഇതിനെ നമ്മൾ സ്വാഗതം ചെയ്തിട്ടുണ്ടോ? പിന്നീട് അങ്ങോട്ട് ഇതിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. മറ്റെല്ലാത്തിനും നമ്മളിതിനെ തന്നെ ഈ ഒരു സംഭവത്തിനെ തന്നെ നമ്മൾ ആശ്രയിക്കും. ഇത് നമ്മളിലുള്ള പ്രാർത്ഥനയെ കെടുത്തിക്കളയും. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ പറ്റില്ല, അലസത വരും, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ തെറ്റുവരും. നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് ബലിയർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്ന മറുപടി എല്ലാം തെറ്റായിരിക്കും, പറയുന്ന മറുപടി എല്ലാം തെറ്റുവരും. നമുക്കറിയാം, തെറ്റായി നമ്മൾ മറുപടി പരിശുദ്ധ ബലിയിൽ പറഞ്ഞാൽ ആ കുർബാന നമ്മളെ സംബന്ധിച്ച്, എല്ലാവരെയും സംബന്ധിച്ചല്ല, നമ്മളെ സംബന്ധിച്ച് അത് ഇൻവാലിഡാണ്. പരിശുദ്ധ കുർബാനയിൽ പറയുന്ന മറുപടിയിൽ തെറ്റ് വരാൻ പാടില്ല. ബലി ഇൻവാലിഡാണ് നമ്മളെ സംബന്ധിച്ച്. ബലി എന്നും പൂർണ്ണമാണ്, ബലി വാലിഡാണ്. പക്ഷേ തെറ്റ് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് അത് ഇൻവാലിഡാകും. അതുകൊണ്ട് നമ്മൾ ബലി അർപ്പിക്കുമ്പോൾ അതതിൻ്റെ പൂർണ്ണതയിൽ ശ്രദ്ധയോടെ ആദ്യം മുതൽ അവസാനം വരെ നിൽക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ, നമ്മുടെ പേഴ്സണൽ പ്രയറിൽ ദൈവത്തോട് നീതി പുലർത്താൻ, ഇതിലെല്ലാത്തിലും നമ്മളുടെ അധരം ഒരു വലിയൊരു ഘടകമാണ്. ഇതിൽ നിന്നുകൂടെ രക്ഷ നേടാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ആത്മാവിൽ സൈലൻറ്റ് പ്രയറിൻ്റെ ഡെപ്ത്ത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ഇതുകൂടെ
ഉള്ളത് കൊണ്ടാണ് അധരത്തിൽ നുണയുടെ സ്പിരിറ്റുള്ള വ്യക്തിയെ സംബന്ധിച്ച് സൈലൻ്റ് അഡോറേഷൻ വലിയൊരു ഗുണമാണ് ചെയ്യുന്നത്. അവിടെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കുകയാണ്. ഈ ശരീരത്തിന് എന്ത് ആവശ്യമുണ്ട്? ശരീരത്തിനറിയത്തില്ല, ആത്മാവിനറിയാം. നമ്മുടെ ശരീരത്തിൽ മറഞ്ഞിരിക്കുന്ന രോഗങ്ങളുണ്ട്. നമ്മുടെ പ്രായവും ചെറുപ്പവും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഇനി ഇങ്ങനെ ഓടും എന്ന് വിചാരിക്കരുത്. മറഞ്ഞിരിക്കുന്ന രോഗങ്ങളാണ് കണ്ടുപിടിക്കപ്പെട്ട രോഗത്തേക്കാൾ മാരകമായിട്ടുള്ളത്. പെട്ടെന്ന് ഒരു വിശിഷ്ട അതിഥിയായിട്ട് വന്ന് നിന്നെ കൊണ്ടുപോകും. ഇതാണ് മറഞ്ഞിരിക്കുന്ന രോഗത്തിൻ്റെ പ്രത്യേകത. ഈ മറഞ്ഞിരിക്കുന്ന രോഗം നമുക്കറിയില്ല, ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവിനറിയാമെങ്കിൽ ഞാൻ സൈലൻ്റ്ലി എൻ്റെ ദൈവത്തെ എൻ്റെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, ഈ രോഗത്തിൻ്റെ മേഖലകളെല്ലാം അവിടെ ക്യൂർ ആകുന്നുണ്ട്, അവിടെ സൗഖ്യം ലഭിക്കുന്നുണ്ട്. എൻ്റെ ആത്മാവ് തന്നെ അതിൻ്റെ ആലയമായ ശരീരത്തെക്കുറിച്ച് ദൈവത്തോട് പരാതി പറയും, ബോധിപ്പിച്ചോളും. ഞാനായിട്ട് ഒന്നും പറയണ്ട, ഞാനായിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ ഒന്നും അവതരിപ്പിക്കേണ്ടതായിട്ടില്ല. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുൻപിൽ ഞാനായിട്ടൊന്നും പറയേണ്ട. അതാണ് സൈലൻറ്റ് അഡോറേഷൻ എന്ന് പറയുന്നത്. ദൈവത്തോട് എൻ്റെ ആത്മാവ് സംസാരിക്കും. ശരീരത്തിൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവസ്ഥകളും ശരീരത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് അതിൻ്റെ ഉടയവനോട് സംസാരിക്കുന്ന പ്രാർത്ഥനയാണ് ആത്മാവിൽ ലയിച്ചുള്ള ജീവിതം, അല്ലെങ്കിൽ ആത്മാവിൽ ത്രിയേക ദൈവത്തെ ആരാധിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈശോയ്ക്ക് കൊടുക്കാൻ നിനക്കുള്ളത് നിൻ്റെ ആത്മാവ് മാത്രമാണ്. ഈശോയ്ക്ക് കൊടുക്കാൻ നിനക്കുള്ളത് നിൻ്റെ ആത്മസ്ഥിതി മാത്രമായിരിക്കണം. ഈശോ ആഗ്രഹിക്കുന്നതും അതുമാത്രമാണ്. സ്വർഗനിവാസികൾ സകലരും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ അവരോട് ചേരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ ആത്മാവ്. അവരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ എൻ്റെ ആത്മസ്ഥിതിയിൽ, എൻ്റെ ആത്മാവിൻ്റെ എല്ലാ അവസ്ഥകളിലും അതിൽ ഒത്തിരി കുറവുകളുണ്ട്, അതിൽ പ്രാർത്ഥനയുണ്ട്, അതിൽ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളും വെറുപ്പും എല്ലാം ഉണ്ട്, സമ്മിശ്രമാണ്. എല്ലാ അവസ്ഥയോടും കൂടെ ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ ആരാധനയിൽ തന്നെ പല കെട്ടുകളും ദൈവം ആഗ്രഹിക്കാത്തത് എന്നാൽ എൻ്റെ ഉള്ളിലുള്ളതും ആയിട്ടുള്ളതിനെയെല്ലാം കർത്താവായ ഈശോ മിശിഹ എന്നിൽ നിന്ന് വലിച്ചു പുറത്തിടും. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, ആരാധിക്കുക. നിങ്ങൾ ആരാധിക്കുമ്പോൾ അധരം തുറന്ന് ആരാധിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അധരം വിശുദ്ധമായിരിക്കണം, നാവ് വിശുദ്ധമായിരിക്കണം. നുണയുടെ അരൂപി നമ്മുടെ നാവിൽ പ്രവേശിക്കരുത്. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി മക്കൾ ഈ ദഹനവുമായിട്ട് ബന്ധപ്പെട്ടും ഉദരസംബന്ധമായ പീഡയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി മക്കൾ കാണാൻ വേണ്ടി വരുമ്പോൾ അവിടെ എല്ലാം അവരോരോന്നിങ്ങനെ ഉദരസംബന്ധമായ പല പീഡകൾ പറയുമ്പോൾ അവരോട് ആദ്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ട് ചോദിക്കുന്നത് നുണ പറയാറുണ്ടോയെന്നാണ്. അപ്പോൾ അവരാരും ഇല്ല എന്ന് പറഞ്ഞവർ വളരെ ചുരുക്കമാണ്. നമ്മളറിയുന്നില്ല നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുന്നു. ഉമിനീരിൽ ചാലിച്ചിറക്കുക. നുണ പറഞ്ഞിട്ട് അത് ഉമിനീരിൽ ചാലിച്ച് ഞാനതിനെ ഇറക്കുക. കഴിക്കുന്ന ഭക്ഷണമെല്ലാം നിനക്ക് എതിര് വരും. നീ ശീലിക്കുന്ന ശീലങ്ങളെല്ലാം നിനക്ക് എതിരാകും. നമ്മൾ അറിയുന്നില്ല നമ്മുടെ ശരീരത്തെ രോഗങ്ങൾ കാർന്നു തിന്നാൻ കാരണം നമ്മളുടെ അധരമെന്ന് പറയുന്ന ഗുഹ തന്നെയാണ് പ്രിയപ്പെട്ടവർ. ശരിക്കും ഒരു ഈവിൾ സ്പിരിറ്റിൻ്റെ ഗുഹയാണത്. എന്തും സാധ്യമാണ്. അതുകൊണ്ട് ഒരാളെ കൊല്ലണോ, കൊല്ലാം. ഒരാളുടെ പാപം മറച്ചു വയ്ക്കുക. എന്തും ഇതിനകത്ത് സാധ്യം. ഒരു ഗുഹയാണ് ശരിക്കും ഈവിൾ സ്പിരിറ്റ് വസിക്കുന്ന. അതിനെ ദൈവ നിവാസത്തിൻ്റെ ഗേഹമാക്കി അതിനെ മാറ്റണമെങ്കിൽ അവിടെ ദൈവസ്തുതിപ്പുകൾ ഉയർന്നേ പറ്റുള്ളൂ. അത്തരത്തിൽ ദൈവസ്തുതിപ്പുകൾ ഉയരണം. നിങ്ങൾ ഓർക്കണം, ആദ്യത്തെ അഭിഷേകം വരുന്നത് നടപടി പുസ്തകം 2-ാം അധ്യായം 1-4 വരെ പെന്തക്കോസ്ത കടന്നു വരുന്നത് അഗ്നിനാവായിട്ടാണ്. അവരുടെ കരങ്ങളിലേക്കല്ല, അവരുടെ നെറുകയിലേക്കല്ല, അവരുടെ മറ്റേതെങ്കിലും അവസ്ഥകളിലേക്കോ ഹൃദയത്തിലേക്കോ അല്ല അഗ്നി ഇറങ്ങിയത്. നാവാണ്. അഗ്നി നാവാണ് ഏറ്റവും ആദ്യത്തെ അഭിഷേകം. അപ്പോൾ തന്നെ അതിൽ തന്നെ ദൈവം അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിൽ നമ്മുടെ അധരത്തിനുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ആദ്യത്തെ അഭിഷേകം സകല വിശുദ്ധർ, സകല സ്ലീഹന്മാർ സ്വീകരിക്കുന്നത് അഗ്നി നാവുകളായിട്ടാണ്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ സ്വീകരിക്കാൻ നുണയുടെ അധരത്തിന് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യൂദാസ് കെട്ടി ഞാന്ന് ചത്തു. ഹല്ലേലൂയ. അവൻ ഗുരുവിനെക്കുറിച്ച് നുണ പറഞ്ഞു.
ഗുരുവിനെക്കുറിച്ച് നുണ പറഞ്ഞ അവൻ കഴുത്തിൽ കുരുക്കിട്ട് മരിക്കുമ്പോൾ നാവ് തള്ളി പുറത്തേക്ക് വരുന്നുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, അതുകൊണ്ട് അവൻ്റെ അധരത്തിൽ അഗ്നിനാവുകൾ സ്വീകരിക്കാൻ അവൻ അയോഗ്യനായിട്ട് ഗണിക്കപ്പെട്ടു. എന്തുകൊണ്ട്? ഗുരുവിനെതിരെ പറഞ്ഞു. പത്രോസ് ഗുരുവിനെതിരെ പറഞ്ഞതും യൂദാസ് പറഞ്ഞതും രണ്ട് തലമുണ്ട്. വിശുദ്ധ തോമസ് പറഞ്ഞത് മറ്റൊരവസ്ഥയിൽ അവിശ്വാസത്തിൻ്റെ മേഖല, വിശ്വാസം ഏറ്റുപറയേണ്ടിടത്ത് ഏറ്റുപറയാത്തതിൻ്റെ മേഖല, മറ്റൊന്ന് തള്ളിപ്പറയലിൻ്റെ മേഖല. ഇങ്ങനെ 3 തലങ്ങളുണ്ട്. ഇതിൽ കർത്താവ് പറയുന്നത് ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു എന്ന് യൂദാസിനെ പറ്റി പറയുന്നുണ്ട്. മനുഷ്യപുത്രൻ കടന്നു പോകേണ്ട അവസ്ഥകളിലൂടെ തന്നെ കടന്നു പോകും. പക്ഷേ അവനെ ആര് ഒറ്റുകൊടുക്കാനിരിക്കുന്നുവോ അവന് ദുരിതം. ഈ ദുരിതം അവൻ ഏറ്റുവാങ്ങി എന്നുള്ളതാണ്. അവൻ്റെ നാവ് അധരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, അതിനുശേഷം കുറി മത്തിയാസിന് വീണു. 12-ൽ 11-ൽ 12-ാമനായിട്ട് അവൻ ചേർക്കപ്പെട്ടു. 12 പേര് ഒരുമിച്ചിരുന്ന് പരിശുദ്ധ അമ്മയോടും ബാക്കിയുള്ള ജനങ്ങളോടുമൊത്ത് സഹ്യോൻ മാളികയിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അഗ്നിനാവ് അയക്കപ്പെട്ടു. അധരത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. ഇതാണ് ദൈവസ്തുതിപ്പ്. ഇത് തന്നെയാണ് ആദ്യത്തെ അഭിഷേകം. അതുകൊണ്ട് തന്നെ അധരത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കണം. ലിസ്ബണിൽ ചെല്ലുമ്പോൾ അവിടെ വിശുദ്ധൻ്റെ അഴുകാത്ത നാവ്, വിശുദ്ധ അന്തോനീസിൻ്റെ അഴുകാത്ത നാവ് ഇന്നും നമുക്കവിടെ കാണാം. പ്രിയമുള്ള ദൈവജനമേ, നമ്മളിലും ഇതുപോലൊരു അഭിഷേകത്തിനുള്ളൊരു സാധ്യത നമുക്കുമുണ്ട്. നമ്മൾ ചിലതിനോട് നോ പറയണം. വായി അടയ്ക്കേണ്ടിടത്ത് നമ്മൾ അടയ്ക്കണം. പ്രിയപ്പെട്ടവരെ, നുണ പറയുമോ? നുണയാണ് പറയാൻ വരുന്നത്. അടച്ചു കളയുക, സാഹചര്യങ്ങളെ ഒഴിവാക്കി കളയുക. കാരണം ദൈവത്തിൻ്റെ ചൈതന്യം ഓൾറെഡി അതിലുള്ളതിനെ നമ്മളുടെ അധരം നുണ പറഞ്ഞുകൊണ്ട് അതിനെ എന്തിനാ നമ്മൾ തല്ലിക്കെടുത്തുന്നത്? പ്രിയപ്പെട്ട ദൈവജനമേ, അധരം അശുദ്ധമാണോ ശരീരം മൊത്തം രോഗാവസ്ഥയിലേക്ക് പോകും. കാരണം നീ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ശരീരത്തിന് അനുഗ്രഹമാകുന്ന ആരോഗ്യമാകുന്നതിനെല്ലാം നുണ പറയുന്ന അരൂപി നിൻ്റെ അധരത്തിൽ വെച്ച് അതിനെ നിർവീര്യമാക്കി വെറും വേസ്റ്റാണ് നിൻ്റെ ശരീരം സ്വീകരിക്കുകയുള്ളൂ. അത് സ്പിരിച്വൽ ഫുഡാണെങ്കിലും ഫിസിക്കൽ ഫുഡാണെങ്കിലും ഒരുപോലെ തന്നെയാണ്. അധരമാണ് അതിനെ പണിയെടുത്ത് എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്നതെങ്കിൽ ആ അധരം വിശുദ്ധമായിരിക്കണം. അങ്ങനെ വരുന്നിടത്ത് നീ കഴിക്കുന്ന ഭക്ഷണം നിനക്ക് രോഗങ്ങൾക്കായിരിക്കും സാധ്യത കൂട്ടുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ കഴിക്കുന്നതിനെ വിശുദ്ധമാക്കാൻ അധരത്തിന് പറ്റും. കാരണം ദൈവസ്തുതിപ്പിൻ്റെ അധരമായാൽ മതി. ദൈവത്തെ ഏറ്റുപറയുന്ന അധരം കഴിക്കുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതാ, വിശുദ്ധമാക്കപ്പെട്ടതാ. കാരണം ആ അധരത്തിൽ ദൈവസ്തുതിപ്പാണ്. അതിനകത്തേക്കൊരു വിഷമോ അതിനകത്തേക്കൊരു തിന്മയുടെ അരൂപികളോ നിർവീര്യമാകും. അതിനകത്തെത്തുമ്പോൾ തന്നെ ഭക്ഷണത്തിലൂടെ നിനക്ക് രോഗം കടന്നു വരില്ല. നിൻ്റെ അധരത്തിൽ ദൈവസ്തുതിപ്പും ദൈവാരാധനയും ഉണ്ടായാൽ മതി. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ 3 ദിവസം നിങ്ങളിവിടെ ആയിരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നിങ്ങൾ മറ്റെല്ലാം വേണ്ടെന്ന് വെച്ചുകൂടി ഇരിക്കുമ്പോൾ, ദൈവം നിങ്ങൾക്ക് ഇവിടെ തരുന്ന പ്രാർത്ഥനയുടെ ഭക്ഷണം അതിനെ നിങ്ങൾ സ്വീകരിക്കുമ്പോഴെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഏതെല്ലാം അവസ്ഥയിൽ ദൈവത്തിൻ്റെ വചനം മാംസം ധരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ രോഗാവസ്ഥയിലും ഇവിടെ നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്ന ഭക്ഷണം പ്രാർത്ഥനാപൂർവം പാകം ചെയ്തത് നിങ്ങൾക്ക് രോഗസൗഖ്യത്തിനും കാരണമാകുന്നുണ്ട്. ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് അതിന് പുറകിൽ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു 3 ദിവസം നിങ്ങളെ സംബന്ധിച്ച് എന്തും നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയൊരു മാറ്റത്തിന് ദൈവത്തിന് നിങ്ങൾ വിട്ടുകൊടുത്തിരിക്കുന്ന നിങ്ങളുടെ ദിവസങ്ങളാണ്. ഉണർവോടുകൂടെ നിങ്ങളായിരിക്കണേ, ഉത്സാഹത്തോടുകൂടെ ശ്രദ്ധയോടുകൂടെ ദൈവാത്മാവിൽ നിറഞ്ഞ് ഈ 3 ദിവസം നിങ്ങളായിരിക്കുക. സൈലൻ്റായിട്ട് നിങ്ങളായിരിക്കുക. വാശി നിങ്ങൾ കാണിക്കാതിരിക്കുക. ക്ഷമയോടുകൂടെ നിങ്ങളായിരിക്കുക. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ പൂർണ്ണമായി ദൈവത്തിന് തന്നെ വിട്ടുകൊടുക്കുക. നമ്മൾ ഒരു 3 ദിവസം ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങാനും വല്ല അപകടം പറ്റി ഒന്ന് അഡ്മിറ്റ് ആയാൽ നമ്മളവിടെ പെട്ടുപോയില്ലേ? ആരും നമ്മളെ കൊണ്ടുപോകും? നമ്മൾ അത്യാവശ്യം വരെ നമ്മൾ പോകുമോ? ഇല്ല. ആ മെഡിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത് വരെ നമ്മളവിടെ ക്ഷമയോട് കിടക്കും. കാരണം അതിൻ്റെ ശരീരത്തിന് ആവശ്യമാണ്. ഇത് തന്നെയാണ് ഒരാത്മാവിൻ്റെ അവസ്ഥയും. ഈ 3 ദിവസം നിങ്ങളിവിടെ നിന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹമേ വരുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കതുകൊണ്ടൊരു ദോഷം വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടെ ഈ 3 ദിവസം ഇവിടെ ആയിരിക്കാൻ നിങ്ങളെടുത്ത മനസ്സും. ചിലർ നിർബന്ധിക്കപ്പെട്ട് വന്നവരുണ്ട്, ചിലർ പ്രിയപ്പെട്ടവർ തന്നിഷ്ടത്തോടെ വന്നവരുണ്ട്, ചിലത് പരീക്ഷിക്കാൻ വന്നവരുണ്ട്. ഒത്തിരി പേര് പരീക്ഷിക്കാനിരിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, എങ്ങനെയാണെങ്കിലും
പ്രിയമുള്ള ദൈവജനമേ, ഇവിടെ വെച്ച് ഏത് അവസ്ഥയിൽ വന്നവരും, ഒന്നാമത് വന്നവനും ഒടുവിൽ വന്നവനും കർത്താവ് തൊട്ടിട്ടേ വിടവുള്ളൂ. പക്ഷെ 3 ദിവസം എന്നെ പരീക്ഷിക്കാൻ വന്നവരും ക്ഷമയോടുകൂടെ ഇരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവർ പോലും ക്ഷമയോടുകൂടെ ഇരിക്കുക. കാരണം കർത്താവ് നിങ്ങൾക്ക് ഉത്തരം തരാതെ വിടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എത്രയോ വർഷങ്ങളായിട്ട് ഈ ധ്യാനങ്ങൾ ഇങ്ങനെ എടുക്കുന്നു. ഓരോ ബാച്ചിനെയും ഇങ്ങനെ നോക്കുമ്പോൾ ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത, നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു റെഡ് ഡോട്ടും പച്ചയും ബ്ലൂ കളർ ഇങ്ങനെ ഡോട്ട് ഈശോ കാണിക്കുമ്പോൾ ഇതെന്തിനിരിക്കുന്നു എന്നുള്ളത് കൃത്യം പറയും പരിശുദ്ധാത്മാവ്. ആരോട് ചോദിക്കേണ്ട, നമുക്കറിയാതെ. അപ്പോൾ അതുകൊണ്ട് ഞാനതാ പറഞ്ഞു, നമ്മൾ പരീക്ഷിക്കാൻ വന്നവരല്ലാത്തവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്ത് തന്നെയാണെങ്കിലും ഈശോയുടെ മുറ്റത്താണ് നിങ്ങളിരിക്കുന്നത്. പരിശുദ്ധ മറിയത്തിൻ്റെ മടിയിലാണ് നിങ്ങളിരിക്കുന്നത്. വചനം പഠിപ്പിക്കുന്നത് അമ്മയാണ്. അമ്മ പഠിപ്പിച്ച വചനം ഒരു കാലത്തും നിങ്ങളുടെ അധരത്തിൽ നിന്നും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വിട്ടുമാറുകയില്ല. കാരണം അമ്മ പഠിപ്പിച്ച വചനത്തിലെല്ലാം 3 കാര്യങ്ങളുണ്ട്. ഇതാ കർത്താവിൻ്റെ ദാസി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സ്രഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം. ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് വിസ്ഡം, സീറ്റ് ഓഫ് വിസ്ഡമാണ് പരിശുദ്ധ മറിയം. അമ്മ പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ മറിയം. അമ്മ എന്ന് പറയുന്നത് ജ്ഞാനമാണ്. അമ്മ എന്ന് പറയുന്നത് ജ്ഞാനമാണെങ്കിൽ ഈശോ ഇവിടെ പറയുന്നു സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട്. അമ്മ എന്ന് പറയുന്ന ജ്ഞാനം പൂർത്തിയായത് എപ്പോഴാണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വാസസ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ മറിയം തന്നെയാണ്. കാരണം 3ഉം ഒന്നിൽ സംയോജിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയിൽ തന്നെയാണ്. പുത്രനായ യേശു ക്രിസ്തു അമ്മയിലേക്ക് വരുമ്പോൾ ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. 2 അഭിഷേകത്തെ അമ്മ ഒരേ സമയം സ്വീകരിച്ചു. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അതായത് യേശു എന്ന് പറയുന്ന ഫിസിക്കൽ ബോഡി. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വരും, പുത്രനായ ക്രിസ്തു എന്ന് പറയുന്ന സ്പിരിച്വൽ ബോഡി. ഇത് 2നെയും അമ്മ സ്വീകരിച്ചു. ഒരേ സമയം യേശു ക്രിസ്തുവിനെ അമ്മ സ്വീകരിച്ചു. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അതായത് ഫിസിക്കൽ ബോഡിക്ക് ആവശ്യം പരിശുദ്ധാത്മാവും സ്പിരിച്വൽ ബോഡിക്ക് ആവശ്യം അത്യുന്നതൻ്റെ ശക്തിയുമാണ്. ഇത് 2ഉം ഒരാളിൽ സംയോജിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ പേരാണ് പരിശുദ്ധ മറിയം. അപ്പോൾ ഇത് വന്നു. ആദ്യമേ ദൈവത്തിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, മറിയമേ നീ ഭയപ്പെടേണ്ട. എന്തുകൊണ്ടാണ് മറിയം ഭയപ്പെട്ടോ? മറിയത്തിൻ്റെ ഭയപ്പാട് എന്താണ്? മറിയത്തോട് എന്തുകൊണ്ട് ദൂതൻ പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, മറിയമേ നീ ഭയപ്പെടേണ്ട? പേര് സജസ്റ്റ് ചെയ്തു, ഈ പേരിടണം, പേര് സജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഈ പേരിടണം, പുത്രന് നീ ഈ പേരിടണം, അത്യുന്നതൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. 2 രീതിയിൽ വിളിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് യേശുക്രിസ്തുവിനെ പറ്റി. പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, എന്തു പേര്? യേശുവിന് യേശു എന്നുള്ള പേര് നൽകണം. മറ്റൊരു പേര് കൂടെ അവന് നൽകപ്പെട്ടു. എന്ത്? എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ഇത് തന്നെ ദൂതൻ പരിശുദ്ധ മറിയത്തോട് പറയുന്നുണ്ട്, അവൻ അത്യുന്നതൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. വീണ്ടും പരിശുദ്ധ അമ്മയോട് പറയുന്നുണ്ട്, നിന്റെ ചാർച്ചക്കാരി എലിസബത്തിനത് 6ാം മാസമാണ്. വന്ധ്യ എന്നാണ് അവളെ വിളിക്കുന്നതെങ്കിലും അവൾക്കിത് 6ാം മാസമാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അപ്പോഴാണ് എലിസബത്തിൻ്റെ ഉദരത്തിൽ കറക്റ്റ് 6ാം മാസത്തിലേക്ക് ഒരു ശിശു വന്നു ചേരുന്നത്. ആമേൻ, ഹല്ലേലൂയ. എലിസബത്ത് 6 മാസമായിട്ട് കൺസീവായിരിക്കുന്നു എന്നല്ല അത് മീൻ ചെയ്യുന്നത്. ആ ദൂതൻ പറഞ്ഞ സമയത്ത് ആ ഒരു സെക്കൻഡിൽ എലിസബത്ത് ഒറ്റയടിക്കാണ് 6 മാസം കൺസീവ് ആകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമ്മൾ ഒരു വേർഡ് കർത്താവിൻ്റെ മുൻപിൽ നമ്മളൊരു വാക്ക് കൊടുക്കുകയാണ്, ദൈവമേ ഇത് ഞാൻ പൂർണ്ണമായും നിൻ്റേതാകുന്നു. ഈ ഒരു ഓഫർ സ്വീകരിച്ചതിന് ശേഷമാണ് അമ്മ പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി. ഏത് ഓഫർ? എലിസബത്തിനുള്ളത് കൂടെ മേടിച്ചെടുത്തിട്ടാണ് അമ്മ പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി. മാക്സിമം പോരട്ടെ എന്ന് വെക്കണം. കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ പോരാ പ്രിയപ്പെട്ടവരെ, മാക്സിമം ചൂഷണം ചെയ്യണം കർത്താവിനെ. സ്പിരിച്വലി കർത്താവിനെ മാക്സിമം ചൂഷണം ചെയ്യണം. കാരണം നമ്മൾ സഹിക്കുന്നുണ്ട് ഈശോയെ പ്രതി.
ഈശോയെ പ്രതി ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടാണ്. കാരണം തൊടുന്നതും പിടിക്കുന്നതൊക്കെ പാപമാണ്. മറ്റ് വിശ്വാസങ്ങളിലൊന്നും ഇത്രത്തോളം പാപമില്ല. കർമ്മഫലം എന്നവർ വിളിക്കും അതിനെ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എല്ലാം പാപമാണ്. പാപത്തിൻ്റെ ക്ലാസ് നാളെ ഞാനിങ്ങനെ എടുക്കാറില്ല. കാരണം എടുത്താൽ നിങ്ങൾ എന്നെ ഓടിക്കും ഇവിടെ. ഇതെല്ലാം പാപമാണോ എന്ന് ചോദിക്കും. അതുകൊണ്ട് പാപം എന്ന് പറയുന്ന അവസ്ഥ ക്രിസ്ത്യാനിറ്റിയിൽ ഇത്രത്തോളം ഉള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എത്തിച്ചേരുന്ന തലം സ്വർഗം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ, നമ്മളെ പ്യൂരിഫൈ ചെയ്യാനായിട്ടാണ്. ആ ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാൻ നമ്മൾ ഇത്രത്തോളം വില കൊടുത്ത് ജീവിക്കുന്നുണ്ട്. വേണ്ടാത്തതെല്ലാം വേണ്ട എന്നും ഈശോയിൽ നിന്ന് സ്വീകരിക്കുന്ന സഹനങ്ങളെ കർത്താവെ ഞാൻ സഹിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കാവുന്ന അനുഗ്രഹങ്ങളൊന്നും കുറഞ്ഞു പോകരുത്. ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കാവുന്ന അനുഗ്രഹങ്ങളൊന്നും കുറയണ്ട. ഏറ്റവും കൂടുതൽ തന്നെ നമ്മൾ ചോദിക്കണം, അമ്മ ചെയ്തതും അത് തന്നെയാണ്. എലിസബത്തിൻ്റെ ഓഫർ ലെറ്റർ വരെ കിട്ടുന്നത് വരെ പരിശുദ്ധ അമ്മ മിണ്ടിയില്ല. എലിസബത്തിനും കൂടി കിട്ടിയെന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത്, ഓക്കെ, ഇതാ കർത്താവിൻ്റെ ദാസി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൻ്റെ പേരാണ് പ്രാർത്ഥന. ഒന്നും മിണ്ടാതെ കംപ്ലീറ്റ് മേടിച്ചെടുത്തു. അമ്മ ഒന്നും മിണ്ടിയില്ല. ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ല. അവിടെ ഇവിടെയും തൊടാത്ത രീതിയിൽ 1-2 വേർഡ്സ് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇതാണ് പ്രാർത്ഥന. അധരത്തിൽ ദൈവിക ചൈതന്യമുണ്ടോ, നിങ്ങൾ എന്ത് ദൈവത്തോട് സംസാരിച്ചാലും സ്വർഗം അതിനെ പ്രാർത്ഥനയായിട്ട് സ്വീകരിക്കും. നിങ്ങളുടെ അധരത്തിൽ ദൈവസ്തുതിപ്പുകൾ വസിക്കുന്ന അധരമാണോ നിങ്ങളുടേത്? നിങ്ങൾ ഒത്തിരി ഒന്നും പറയണ്ട. നിങ്ങൾ ശപിച്ചതാ, നിങ്ങൾ അനുഗ്രഹിച്ചതാ. നിങ്ങൾ നല്ലൊരു വാക്ക് പറഞ്ഞാൽ എതിർവശത്ത് അത് അനുഗ്രഹമാണ്. കാരണം ദൈവസ്തുതിപ്പ് നമ്മുടെ അധരത്തിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, ആ അധരം കൊണ്ട് അമ്മ മേടിച്ച് തരും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം പരിശുദ്ധ മറിയം വാങ്ങിത്തരും. കാരണം അവൾ നമ്മളുടെ അഭിഭാഷകയാണ്. അതുകൊണ്ട് തലമുറകളുടെ കെട്ടുകൾ അഴിക്കുന്നതിലേക്ക് നമ്മൾ വരിക. ഇന്നത്തെ ഒരു സെഷൻ കഴിയുമ്പോൾ നമ്മൾ തലമുറകളുടെ കെട്ടുകളിൽ അഴിക്കുന്ന തലത്തിലേക്ക് നമ്മൾ വരിക. അപ്പോൾ എന്നിലും എൻ്റെ തലമുറയിലുള്ള കെട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതിനെക്കുറിച്ചാണ് പൗലോസ് ശ്ലീഹ നമുക്ക് പറഞ്ഞു തരുന്നത്. ആദ്യത്തെ ഒരു സെഷൻ ഒരു 5 കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ ബാക്കിയുള്ള പ്രോഡക്ട്സിനെ പറ്റി വീണ്ടും ശ്ലീഹ നമ്മളെ ഉദ്ബോധിപ്പിച്ചു. അതിൽ എസ്പെഷ്യലി എന്ന് പറഞ്ഞുകൊണ്ട് ശ്ലീഹ പറഞ്ഞതാണ് നുണ പറയരുത്. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായക്ക് ഇണങ്ങുന്ന പുതിയൊരു മനുഷ്യനെ നിങ്ങളിൽ തന്നെ രൂപപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയൊരു മനുഷ്യന് നിങ്ങളിൽ തന്നെ ഒരു സൃഷ്ടികർമ്മം നിങ്ങൾ ചെയ്യുകയാണ്. നമുക്ക് ഏത് രീതിയിലും ജീവിക്കാം പ്രിയപ്പെട്ടവരെ, ഏത് രീതിയിലും ജീവിക്കാം. നമ്മൾക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിൻ്റെ നാമത്തിൽ നമുക്ക് ഏത് രീതിയിലും ജീവിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം ദൈവത്തെ പ്രതി നമുക്ക് തന്നിട്ടുണ്ട് ദൈവം. ഈ സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യുന്നിടത്താണ് അക്രമം, അല്ലെങ്കിൽ ക്രമം തെറ്റുന്നിടത്ത് അക്രമം വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയും ന്യായവും ഞാൻ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ദൈവം പറഞ്ഞു പ്രാർത്ഥന. ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് വരും. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് വരും. നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കണം എന്നല്ല, നിങ്ങൾ ആദ്യം രാജ്യവും നീതിയും അന്വേഷിക്കണം. ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കുക. ഇതിനെയാണ് ദൈവം സ്വർഗം പ്രാർത്ഥന എന്ന് വിളിച്ചത്. ആ അന്വേഷിക്കണം. ഈ അന്വേഷണത്തെയാണ് ദൈവം പറഞ്ഞത് കണ്ടെത്തും. ഇങ്ങനെ നീ അന്വേഷിച്ചാൽ കണ്ടെത്തും, നീ മുട്ടിയാൽ തുറക്കപ്പെടും. പ്രിയപ്പെട്ട ദൈവജനമേ, നീ അന്വേഷിക്കുക. എന്തന്വേഷിക്കണം? ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും നീ അന്വേഷിക്കണം. പുറത്തല്ല, ഇതിനകത്ത് തന്നെയാണ് അന്വേഷിക്കേണ്ടത്. ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓൾറെഡി അത് ഇൻബിൽറ്റഡ് ആണ്. പക്ഷെ നമ്മളതിനെ മൂടി വെച്ചിരിക്കുക. ഈ ദൈവരാജ്യവും ദൈവനീതിയും എന്നിൽ തന്നെ, ഞാനത് ജനിച്ചു വീഴുന്ന അവസരത്തിൽ തന്നെ അത് ഇറ്റ്സ് ഓൾറെഡി എന്താ പറയുക, നമ്മളിൽ തന്നെ ഇത് ഇൻബിൽറ്റഡാണ്. നമ്മുടെ ജനനത്തോടുകൂടെ തന്നെ നമ്മളിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ ആത്മാവിനോടുകൂടെ തന്നെ നമ്മളിലിത് സംരക്ഷിക്കാൻ ദൈവം ഒരു കാവൽ ദൂതനെ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. നമുക്കൊരു ഗാർഡിയൻ ഏഞ്ചലുണ്ട്. നമ്മുടെ ഈ കാവൽ മാലാക ഈ രാജ്യവും നീതിയും സംരക്ഷിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഗാർഡിയൻ ഏഞ്ചൽ നമുക്കുണ്ട്. ഇതിനെ നമ്മൾ വെറുപ്പിക്കുക. ഓരോ പാപം ചെയ്ത് ഇതിനെ വെറുപ്പിക്കുമ്പോൾ ഈ രാജ്യവും നീതിയെക്കുറിച്ചുള്ള ബോധ്യം എന്നിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ് ഞാൻ ധ്യാന കേന്ദ്രങ്ങളെ അന്വേഷിച്ച് പോകുന്നത്. അവിടെയുണ്ട് രാജ്യവും നീതി. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ കിട്ടാത്തതൊന്നും മറ്റൊരിടത്തും കിട്ടില്ല. നമ്മുടെ ഭവനത്തിൽ കിട്ടാത്തതൊന്നും മറ്റൊരിടത്തും കിട്ടില്ല.
നമ്മളുടെ ഉള്ളിലില്ലാത്തതൊന്നും നമ്മളുടെ ഭവനത്തിൽ ഉണ്ടാവുകയില്ല. നമ്മളിൽ ഭവനത്തിൽ എന്ത് ആകണം, എന്തായിത്തീരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതാദ്യം ഇതിനകത്ത് സ്ഥാപിക്കണം. ഓട്ടോമാറ്റിക്കലി അത് ഭവനത്തിലേക്ക് സ്പ്രെഡ് ആയിക്കോളും. നിങ്ങളുടെ ഭവനത്തിൽ എന്തു വേണമോ അത് നിനക്കുള്ളിൽ സ്ഥാപിച്ചാൽ മതി. നിന്നിൽ നിന്നേ ഭവനത്തിൽ സ്ഥാപിക്കപ്പെടുള്ളൂ. എവിടെന്നെങ്കിലും പറിച്ചെടുത്ത് ഭവനത്തിൽ കൊണ്ടുവന്ന് കർത്താവ് നട്ടുപിടിപ്പിക്കില്ല. എല്ലാം ദൈവം നട്ടുപിടിപ്പിക്കുന്നതെല്ലാം മനുഷ്യൻ്റെ ആത്മാവിലെ ദൈവം എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നട്ടുപിടിപ്പിക്കുകയുള്ളൂ. ഒരു കൃപയും ഒരു അനുഗ്രഹവും ഒരു ഭവനത്തിന് ഈശോ കൊടുക്കില്ല. ഭവനത്തിലുള്ള വ്യക്തികളെ മാത്രമേ. കാരണം ദൈവം അനുഗ്രഹിക്കുന്നതെല്ലാം ആത്മാക്കളെയാണ്. എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ ആത്മാവിന് കിട്ടുമ്പോൾ അതിൻ്റെ വ്യത്യാസം ഭവനത്തിൽ കാണുന്നതേ ഉള്ളൂ. നമ്മൾ ഭവനത്തിൽ സമാധാനം സ്ഥാപിക്കണം, ഭവനത്തിൽ സമ്പത്ത് വരണം, ഭവനത്തിൽ ഇത് വരണം. ഇതല്ല, എല്ലാം എന്നിൽ വരുന്നത് വഴി അതിൻ്റെ റിസൾട്ട് ഭവനത്തിൽ കിട്ടുകയേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം സ്ഥാപിക്കുന്നതെല്ലാം, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ ഇതിനകത്ത് തന്നെ വരണം. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിനകത്ത് തന്നെ വരണം. അത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ വരണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും നിങ്ങൾ ഇതിനകത്ത് അന്വേഷിക്കണം. ഇതിനകത്താണ് ദൈവം വസിക്കുകയുള്ളൂ. ചിലപ്പോൾ നമുക്കുള്ള കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും വരുമ്പോൾ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി? നമ്മൾ ദൈവത്തോട് എതിർ ചോദ്യം ചോദിക്കും. പ്രിയമുള്ളവരെ, ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണ് നീ ജീവനോടെ ഇരിക്കുന്നത്. അത്രയേ ഉള്ളൂ. നമ്മുടെ ജീവൻ കഴുത്തിന് മുകളിൽ തലയുണ്ടെങ്കിൽ അത് ഇത്രയും നാൾ പ്രാർത്ഥിച്ചതിൻ്റെ തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ സമർപ്പിച്ച നിയോഗത്തിലേക്ക് തന്നെ വന്നിട്ടില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയാണ്. കാരണം ആ പ്രാർത്ഥനയെ ദൈവം എന്നിൽ നിന്ന് സ്വീകരിച്ചത് ഒരുപക്ഷെ എൻ്റെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ അറിയുന്നില്ല. പക്ഷേ ദൈവത്തോട് നമ്മൾ ചോദ്യം ചോദിച്ച് ദൈവത്തെ ഉത്തരം മുട്ടിക്കാൻ ശ്രമിക്കുക. ഉത്തരം മുട്ടുന്നത് നമ്മൾ തന്നെയാണ്. ഞാൻ കുറേ ഉത്തരം മുട്ടിക്കാൻ ശ്രമിച്ച ആളാണ്. ദൈവത്തെ അറിയുന്നതിന് മുമ്പ് ഒത്തിരി ദൈവത്തെ ഉത്തരം മുട്ടിക്കാൻ പല ഓട്ടങ്ങളും ഓടിയതാണ്. പക്ഷേ ഇത് കയ്യിലേക്ക് വന്നപ്പോൾ എല്ലാം മാറി. ദൈവം നമ്മളെ കെട്ടിയിടും എന്നുണ്ടെങ്കിൽ കെട്ടാൻ ദൈവം ഉപയോഗിക്കുന്നത് 3 കയറുകളാണ്. അതിലൊന്നാണ് പരിശുദ്ധ മറിയത്തിൻ്റെ ജപമാല, 2 യേശുക്രിസ്തുവിൻ്റെ കരുണയുടെ കയറ്, 3 അവൻ്റെ തിരുശിരസിലെ മുൾമുടി എന്ന് പറയുന്ന വള്ളി ചൂരൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇതിൽ മുൾമുടി കൊണ്ട് അവൻ കെട്ടിയിട്ടാൽ നമ്മുടെ ജീവിതത്തിൽ അവനോട് ചേർന്ന് നമ്മൾ വളരുള്ളൂ. പക്ഷേ സഹനത്തിൽ ആ മുള്ളു കുത്തിക്കൊള്ളുന്നൊരു ഫീലിൽ അവനോട് ചേർന്ന് അവൻ നമ്മളെ കെട്ടിയിടും. അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു മുള്ള്, ദൈവമുണ്ട്. ഈ മുള്ള് കുത്തിക്കൊള്ളുന്നൊരു ഫീല് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും. എന്ത് ചെയ്താലും ഒരു കണ്ണുനീരിൻ്റെ നനവ് നമ്മുടെ എല്ലാ പ്രവൃത്തികളിലുണ്ട്. അതാണ് കർത്താവ് തൻ്റെ തിരുശിരസിലെ മുൾമുടി കൊണ്ട് ചില ജന്മങ്ങളെ തന്നോട് ചേർത്ത് കെട്ടിയിടും. ആ കെട്ടിയിട്ടവരുടെ കുടുംബങ്ങൾ അനുഗ്രഹമാണ്. കാരണം ഈ ഒരൊറ്റ പീസ് മതി ആ കുടുംബത്തിന് മൊത്തം അനുഗ്രഹം കൊണ്ടുവന്ന് കൊടുക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരൊറ്റ പീസ് മതി. കാരണം കംപ്ലീറ്റ് ഇവിടെ നീറിക്കൊണ്ടിരിക്കും. ഇതിൽ നിന്ന് ഊറി വരുന്നത് കൊണ്ട് കുടുംബം സേഫ് ആൻഡ് സെക്യൂർഡാണ്. അവരുടെ കാര്യമെല്ലാം ഓക്കെയാണ്. 2 ക്രിസ്തുവിൻ്റെ കരുണയുടെ കയർ. അത് നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ്, ഭാര്യ, ആരും ആയിക്കൊള്ളട്ടെ, പാപത്തിലും ജീവിച്ച് ദൈവത്തെ മറന്ന് ഓടുന്നൊരു ഓട്ടമുണ്ട്. ഈ ഓട്ടത്തിൽ കർത്താവ് അവരെ തൻ്റെ കരുണയുടെ കയറുകൊണ്ട് കെട്ടിയിടും. എത്ര ഓടിയാലും ഈ കെട്ടിയിട്ടിരിക്കുന്ന കയറിൻ്റെ ഡിസ്റ്റൻസ് വരെ അത് ഓടുകയുള്ളൂ. ഇതാണ് ധൂർത്തുപുത്രനിൽ നമ്മൾ കാണുന്ന കർത്താവിൻ്റെ സ്നേഹം. അവൻ പാപത്തിൻ്റെ പരമോന്നത അവസ്ഥയിലെത്തിയപ്പോഴാണ് സ്വബോധം ഉണ്ടായത്. ആ സമയത്ത് ആർക്കും സ്വബോധം ഉണ്ടാവില്ല. പന്നിക്കൂട്ടത്തിൽ കിടക്കുമ്പോൾ, വേശ്യകളോടുകൂടെ സഹവസിക്കുമ്പോൾ സ്വബോധം വരിക എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു കോൺട്രവേഴ്സി ഉണ്ട്, ചേരായികയുണ്ട്. പക്ഷേ അവിടെ വെച്ചവന് സ്വബോധം വരാൻ കാരണം എന്താണ്? അവിടെയാണ് കർത്താവിൻ്റെ കരുണയുടെ കയർ. ആ ഒരു ലെങ്ത് വരെയേ അത് ഓടുകയുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ദൈവത്തെ അറിയാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, നിങ്ങൾ വിഷമിക്കരുത്. കാരണം ഈ കരുണയുടെ കയറിൻ്റെ ഡിസ്റ്റൻസ് വരെയേ അവരനുസരണക്കേട് കാണിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്കില്ല. കൂച്ചുവിലങ്ങിട്ട് കർത്താവ് തിരിച്ചു കൊണ്ടുവരും. കാരണം ഒരു കാലഘട്ടം കഴിഞ്ഞ് ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ ദൈവം ഈ കയറ് വഴി ഒരു
ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് പോലെ ഈ കരുണയുടെ കയറ് വഴി ഒരു സഹനത്തെ കർത്താവ് അങ്ങോട്ട് അയക്കും. അതവരിൽ ദൈവാനുഭവം എന്ന് പറയുന്ന ഒരു ഗോഡ് എക്സ്പീരിയൻസിന് ദൈവം വഴി തുറക്കും. കറങ്ങിത്തിരിഞ്ഞ് തിരിച്ച് ഞെട്ടറ്റാൽ ചുവട്ടിൽ എന്ന് പറയുന്ന ചൊല്ലുണ്ട്. ഞെട്ടറ്റു പോയാലും മാവിൻ്റെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തന്നെ വന്ന് വീഴും. കർത്താവിൻ്റെ കാൽ ചുവട്ടിൽ വന്ന് വീണിട്ട് പറയും, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ പിതാവേ, അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു പോയി. ഇനി അങ്ങയുടെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് നിൻ്റെ ദാസന്മാരിൽ ഒരുവനായി എന്നെ നീ സ്വീകരിക്കണം. ഹല്ലേലൂയ. എത്ര മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാ, എത്ര ഭംഗിയുള്ള പ്രാർത്ഥനയാ. ഏറ്റവും ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ, വചനത്തിൽ നിന്നെടുക്കുന്ന പ്രാർത്ഥനയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണിത്. കാരണം ഈ പ്രാർത്ഥന ആ വ്യക്തിയെ കൊണ്ട്, ഉപമയാണെങ്കിൽ കൂടെ ആ ധൂർത്തുപുത്രൻ്റെ അധരത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണിത്. പ്രിയമുള്ള ദൈവജനമേ, അത്രയും മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് കാരണമായതെന്താണ്? ആ വ്യക്തി ദൈവത്തെ അറിയാതെ ഓടിയപ്പോഴും കർത്താവിൻ്റെ കരുണ എന്ന് പറയുന്ന കയറ് കൊണ്ട് അവനെ കെട്ടിയിട്ടു. രണ്ടാമത്തേതാ, ഇത് ഇത്തിരി സോഫ്റ്റാണ് ഈ കയറ്. രണ്ടാമത്തെ കയറ്, ആദ്യത്തെ കയറാണ് ഡേഞ്ചർ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിഞ്ഞ വ്യക്തിയെ സംബന്ധിച്ച് എല്ലാം സുരക്ഷിതത്വം അവനവൻ തന്നെ നോക്കണം. ദൈവത്തെ അറിഞ്ഞ വ്യക്തിയെ സംബന്ധിച്ച് സുരക്ഷിതത്വം നിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ദൈവം നിനക്ക് സുരക്ഷിതത്വം തരില്ല. ഇത് പാപമാണ്, നീ അങ്ങോട്ട് പോകരുത് എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് അറിയാം. അപ്പോൾ ആ പാപത്തിലേക്ക് പോകാതിരിക്കേണ്ട ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ്. പ്രാർത്ഥിക്കാത്ത വ്യക്തിയെ സംബന്ധിച്ച് എല്ലാം ഒരേ അപ്പമാണ്, എല്ലാത്തിനും ഒരേ ടേസ്റ്റാണ്. അവൻ ആ പാപവും ചെയ്യും, ഈ പാപവും ചെയ്യും. അതുകൊണ്ട് കർത്താവ് അവനെ ആ സാഹചര്യത്തിൽ നിന്ന് മാറ്റും, ആ സാഹചര്യത്തിൽ നിന്ന് മാറ്റും. ഇത്രയേ ഉള്ളൂ. ഇതാണ് മൂന്നാമത്തെ കയറ്, പരിശുദ്ധ അമ്മ എന്ന് പറയുന്ന മാധ്യസ്ഥത്തിൻ്റെ കയറ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ മൂന്നാമത്തെ കയറാണ് ജപമാല. ഈ മൂന്നാമത്തെ കയറാണ് ജപമാല. ഈ ജപമാല കൊണ്ട് കെട്ടിയിട്ടാൽ പരിശുദ്ധ ജപമാല. ഈ കയറിൻ്റെ പ്രത്യേകത, വചനം അമ്മയിലൂടെ, അതിൻ്റെ ചരട് വചനമാണ്, മണികൾ പരിശുദ്ധ അമ്മയാണെങ്കിൽ അമ്മയിലൂടെ വചനം എന്നുള്ളതാണ് ജപമാലയുടെ പൂർണ്ണരൂപം. ഈ ചരട്, ഈ വചനം പുറപ്പെട്ട വചനത്തിൻ്റെ ഏറ്റവും അറ്റത്ത് ഒരു കുരിശ് തൂങ്ങിക്കിടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ തീരും ജപമാല. ജപമാല തുടങ്ങുന്നത് കുരിശിലും ജപമാല അവസാനിക്കുന്നത് കുരിശിലുമാണ്. ജപമാല കരങ്ങളിലാണെങ്കിൽ ഈ ജപമാല കരങ്ങളും അധരവും ഒരേ സമയം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ജപമാല മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ആത്മാവിനും ശരീരത്തിനും ഒരേ സമയം വിശുദ്ധീകരണം തരാൻ ഒരു പ്രാർത്ഥനയ്ക്കേ പറ്റുള്ളൂ. അതിൻ്റെ പേരാണ് ജപമാല. ശരീരവും അധരവും ആത്മാവും ഒരേ സമയം പ്രവർത്തന നിരതമാകുന്നത് പരിശുദ്ധ ജപമാലയിൽ മാത്രമാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു പ്രാർത്ഥനയിലും അങ്ങനെ നമുക്ക് അവകാശപ്പെടാൻ ഇല്ല. ആ ജപമാല വിശുദ്ധ ഡൊമിനിക്കിലൂടെ സ്വർഗം പരിശുദ്ധ അമ്മ വഴി നമുക്ക് തന്നു. അമ്മയെ വണങ്ങാൻ, അമ്മയോട് പ്രാർത്ഥിക്കാൻ, അമ്മയോടുള്ള ബന്ധം മുറിയാതിരിക്കാൻ സ്വർഗം സ്ഥാപിച്ചതാണ്. ജപമണികളിൽ ദൈവം നമ്മളെ കെട്ടിയിടും, അമ്മയോട് ചേർത്ത് കെട്ടിയിടും. നമ്മളെ അമ്മയോട് ചേർത്ത് കെട്ടിയിടുമ്പോൾ അമ്മ എന്ന് പറയുന്നത് പരിശുദ്ധിയാണ്. അമ്മ എന്ന് പറയുന്നത് പരിശുദ്ധിയാണ്. പ്രിയപ്പെട്ടവരെ, അമ്മയിലേക്ക് അടുക്കുമ്പോൾ അമ്മയിൽ നിന്നൊരു കാര്യം, സ്വർഗത്തിൽ നിന്ന് അമ്മ ഒരു കാര്യം നമുക്ക് നേടിത്തരണമെങ്കിൽ അമ്മയോട് എത്രത്തോളം നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുവോ അമ്മ നമ്മളെ വിശുദ്ധീകരിക്കുക. അതിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പരിശുദ്ധ മറിയമേ എന്ന് പറയുന്നത് അപേക്ഷയാണ്. നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുന്നത് പ്രാർത്ഥനയും പരിശുദ്ധ മറിയമേ എന്ന് പറയുന്നത് അപേക്ഷയുമാണ്. അപ്പോൾ നമ്മൾ പരിശുദ്ധമ്മയോട് ഒരേ സമയം വചനം വെച്ച് തന്നെ രണ്ട് പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്ന് പ്രാർത്ഥനയും ഒന്ന് അപേക്ഷയുമായിട്ട് അമ്മയ്ക്ക് നമ്മൾ സമർപ്പിക്കും. അതിൽ ഓരോ ഡിക്കേഡ്സ് നമ്മൾ കഴിയുമ്പോഴും ഫാത്തിമ ജപം, സുഹൃത ജപം, എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നരകാഗ്നിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ അമ്മ നിരന്തരം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വിളിക്കാൻ നമ്മൾ 10 മണികൾ കൂടുമ്പോൾ ഒരു തവണ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ജപമാലയിൽ നമ്മൾ ആദ്യം 3 പ്രകരണങ്ങൾ ചൊല്ലി ജപമാല ചൊല്ലാൻ നമ്മൾ തന്നെ ഒരുക്കുന്നുണ്ട്. ദൈവസ്നേഹത്താലും ദൈവശരണത്താലും ദൈവഭക്തിയാലും എന്നെ നിറയ്ക്കണം. ഈ 3 മണികളാണ് ജപമാലയിലേക്ക് നമ്മളെ എത്തിക്കുന്ന, നമ്മളെ ക്വാളിഫൈ ചെയ്യുന്ന 3 സ്റ്റെപ്സാണത്. തൃത്വത്തിൻ്റെ 3 ചവിട്ടുപടികൾ ചവിട്ടി ഞാൻ ആ തൃത്വത്തിൻ്റെ ജംഗ്ഷനിലേക്ക് എത്തി. ജപമാലയുടെ മെയിൻ ജംഗ്ഷനിലേക്ക് ഞാൻ പ്രവേശിക്കാൻ എനിക്ക് ദൈവം തന്നിരിക്കുന്ന 3 ചവിട്ടുപടികളുണ്ട്. സ്നേഹം,
അല്ലെങ്കിൽ വിശ്വാസം, ശരണം, ഉപവി എന്ന് പറയുന്ന 3 അവസ്ഥകളിലൂടെ ഞാൻ എലിജിബിളാകുകയാണ്. എന്തിനു വേണ്ടി? ജപമാല ചൊല്ലാൻ. ആ ജംഗ്ഷനിലേക്ക് ഞാൻ എത്തി. ആ തൃത്വത്തിൽ നിങ്ങളുടെ ജപമാലയിലുള്ള നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ സമർപ്പിക്കുക. ഈ ജംഗ്ഷനിലെത്തുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ സമർപ്പിക്കുക. ഈ ജംഗ്ഷനിലേക്ക് നിങ്ങളുടെ നിയോഗം, തൃത്വിക ദൈവത്തിലേക്ക് നിങ്ങളുടെ നിയോഗം അമ്മ വഴി നിങ്ങൾ സമർപ്പിക്കുക. അവിടെ നിങ്ങൾ സമർപ്പിച്ചിട്ട് നിങ്ങളൊരു ട്രാവൽ ആരംഭിക്കുകയാണ് അവിടെ നിന്ന്. അതാണ് രഹസ്യം, ദിവ്യരഹസ്യം എന്ന് നമ്മൾ പറയുന്നുണ്ട്. 4 രഹസ്യങ്ങൾ സഭ നമുക്ക് തന്നു. 4 രഹസ്യങ്ങൾ: സന്തോഷം, ദുഃഖം, പ്രകാശം, മഹിമ. 4 രഹസ്യങ്ങൾ തന്നു. അതിൽ 4 രഹസ്യങ്ങളും സന്ദർഭത്തിന് ചേരുന്ന വിധം നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. സന്ദർഭത്തിന് ചേരുന്ന വിധം 4 രഹസ്യങ്ങളെ ധ്യാനിക്കണം. ഈ ധ്യാനിക്കുന്ന 4 രഹസ്യങ്ങൾ, ഓരോ രഹസ്യങ്ങൾ കഴിയുമ്പോഴും നമ്മൾ പിതാവായ ദൈവത്തോട് ധ്യാനിക്കും. ഈ രഹസ്യം കീപ്പ് ചെയ്യാൻ സ്വർഗസ്നായ പിതാവ് നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ രഹസ്യങ്ങളെ നമ്മൾ ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. സ്വർഗസ്നായ പിതാവിനോട് ചേർന്ന് ഈ രഹസ്യങ്ങൾ ധ്യാനിക്കുകയാണ്. 10 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോഴും നമ്മൾ ധ്യാനിക്കുന്നത് സന്തോഷത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, പ്രകാശത്തിൻ്റെ 1, 2, 3, 4, 5 രഹസ്യങ്ങളെ അതിലേതെങ്കിലും ഒരു രഹസ്യം നമ്മൾ ധ്യാനിക്കുകയാണ്. ഈ ധ്യാനിക്കുമ്പോൾ ഈ ധ്യാനത്തിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങളാണ് 10 നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയും ഒരു സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയും. ഈ ധ്യാനം പൂർത്തിയാകുമ്പോൾ ഞാൻ ധ്യാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് തൃത്വസ്തുതി ചൊല്ലി, അതായത് ത്രിയേക ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആ ധ്യാനം അമ്മ വഴി സ്വർഗത്തിന് ഞാൻ സമർപ്പിക്കുമ്പോൾ ജപമാലയിലുള്ള ഒരു രഹസ്യം കംപ്ലീറ്റായി. നിങ്ങളിങ്ങനെ ചൊല്ലിയിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ 5 ധ്യാനങ്ങളാണ് ഒരു രഹസ്യത്തിൽ. അങ്ങനെ 5 ധ്യാനങ്ങളുടെ 4 കൊന്തകളാവുമ്പോൾ 20 ധ്യാനങ്ങൾക്ക് തുല്യമാണ് ഒരു സമ്പൂർണ്ണ ജപമാല. ഹല്ലേലൂയ. ഒരു സമ്പൂർണ്ണ ജപമാല ഒരു ദിവസം 4 രഹസ്യങ്ങൾ ചൊല്ലുന്ന വ്യക്തിയെ സംബന്ധിച്ച് 20 ധ്യാനത്തിൻ്റെ അഭിഷേകത്തെ സ്വീകരിക്കാൻ നിനക്ക് ഒരുങ്ങാൻ പറ്റും. 20 ധ്യാനത്തിൻ്റെ അഭിഷേകം. ഓരോ രഹസ്യങ്ങളിൽ നമുക്ക് ധ്യാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ രഹസ്യങ്ങൾ നമ്മൾ ചൊല്ലുന്നത്. നമുക്ക് ധ്യാനിക്കാം. ആര് ധ്യാനിക്കാൻ? ആരും ധ്യാനിക്കില്ല, വായിക്കത്തേ ഉള്ളൂ ധ്യാനിക്കാമെന്ന്. പക്ഷേ അല്ല പ്രിയപ്പെട്ടവരെ, ധ്യാനിക്കണം. ധ്യാനിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്വർഗസ്നായ അപ്പൻ. ധ്യാനിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് 10 തവണ നന്മ നിറഞ്ഞ മറിയമേ. 10 കൽപ്പനകളെ ബ്രേക്ക് ചെയ്യുക, 10 കൽപ്പനകളുടെ ലംഘനങ്ങളെ ബ്രേക്ക് ചെയ്യുകയാണ് 10 നന്മ നിറഞ്ഞ മറിയമേ നമ്മൾ ചൊല്ലുമ്പോൾ. 10 കൽപ്പന വഴി വന്ന ഓരോ കൽപ്പനയിലൂടെയും വന്നുപോയ ലംഘനങ്ങളിലൂടെ വന്നുപോയ പാപങ്ങൾ ഓരോ നന്മ നിറഞ്ഞ മറിയമേ ഓരോ കൽപ്പനയിലേക്ക് ഞാൻ അയക്കുക. ഓരോ കൽപ്പനയിലേക്ക് അയച്ച് 10 കൽപ്പന ഞാൻ ലംഘിച്ചിട്ടുണ്ട്. നമ്മൾ 10 ലംഘിച്ചവരാ, ഫിസിക്കലിയോ ഓർ സ്പിരിച്വലി 10 നമ്മൾ ലംഘിച്ചിട്ടുണ്ട്. ആരുമില്ല ഈ കൂട്ടത്തിൽ വിശുദ്ധരെന്ന് വിളിക്കാൻ, നമ്മൾ ആരുമില്ല. പക്ഷേ ഈ 10 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ അമ്മ എൻ്റെ ജീവിതത്തിൻ്റെ 10 കേസുകളുടെ വക്കാലത്തമ്മ ഏറ്റെടുക്കുക. ഈ 10 കേസുകൾ, 1-ാം പ്രമാണം ഞാൻ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒരു വിധവയ്ക്ക് 10 നാണയത്തിൽ 1 നഷ്ടപ്പെട്ടതിന് തുല്യമാണ്. അപ്പോൾ ആ കോയിൻ ഞാൻ കണ്ടുപിടിക്കണമെങ്കിൽ, എനിക്കൊരു ആളുടെ ഹെൽപ്പ് വേണമെങ്കിൽ, ആ കൺസോളർ, ആ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരുന്നവളാണ് പരിശുദ്ധ മറിയം എന്ന് പറയുന്ന അഭിഭാഷക. അവിടെ 1-ാം പ്രമാണം ഞാൻ ലംഘിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കവിടെ വക്കാലത്ത് ഏറ്റെടുക്കാൻ ഒരു അഡ്വക്കേറ്റിനെ വേണം. ഞാൻ 1-ാമത്തെ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി എൻ്റെ 1-ാമത്തെ കൽപ്പനയിൽ ഞാൻ ചെയ്ത ലംഘനങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ അമ്മ എൻ്റെ അഭിഭാഷക എന്ന് പറയുന്ന സ്ഥാനം അമ്മ ഏറ്റെടുക്കുന്നു. 10 കൽപ്പനകളിലും അമ്മ ഇത്തരത്തിൽ ഏറ്റെടുക്കുമ്പോൾ ഞാൻ ആദ്യം സമർപ്പിച്ച രഹസ്യം, സന്തോഷത്തിൻ്റെ 1-ാം രഹസ്യത്തിലേക്ക് അമ്മ എന്നെ ഒരുക്കി. എന്താ സന്തോഷത്തിൻ്റെ 1-ാം രഹസ്യം? മംഗളവാർത്തയാണ്. മംഗളവാർത്തയാണ്. അപ്പോൾ ഈ മംഗളവാർത്തയെ ഞാൻ ധ്യാനിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ആത്മീയതയിലും ഭൗതികതയിലുമുള്ള ഒരു കോൾ എനിക്ക് വരും. ആത്മാർത്ഥമായി നിങ്ങൾ സന്തോഷത്തിൻ്റെ രഹസ്യം ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ധ്യാനം കഴിഞ്ഞു ഞാൻ തൃത്വസ്തുതി ചൊല്ലുകയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അപ്പോൾ പിതാവിന് എൻ്റെ ബുദ്ധിയെയും, പുത്രന് എൻ്റെ ഹൃദയവിചാരങ്ങളെയും, പരിശുദ്ധാത്മാവിന് എൻ്റെ കരവേലകളെയും ഈ ധ്യാനം വഴി ഞാൻ സമർപ്പിച്ചു. ഹല്ലേലൂയ. ആ ധ്യാനം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ധ്യാനം വഴി എനിക്കെന്തെങ്കിലും കിട്ടണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ മൈ ജീസസ് ഫോർഗിവ്, ഓ എൻ്റെ ഈശോയെ എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിത്യനരകത്തിൻ്റെ അഗ്നിയിൽ നിന്ന് എന്നെ രക്ഷിക്കണം. ഫാത്തിമ സുഹൃത ജപം, അമ്മ പഠിപ്പിച്ച ജപം ഞാൻ ചൊല്ലുക.
വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ഞാൻ ചൊല്ലി കാഴ്ചവെച്ചു. ഞാൻ ക്വാളിഫൈഡായി. ഒന്നാമത്തെ രഹസ്യത്തിലേക്ക് ഞാൻ ക്വാളിഫൈഡായി. ഇവിടെ അമ്മയ്ക്ക് ഞാനൊരു വണക്കവും കൊടുത്തിട്ടില്ല. ഞാനിവിടെ അമ്മയ്ക്ക് വണക്കം കൊടുത്തിട്ടില്ല. പകരം ഈ ജപമാലയിൽ ഒരു രഹസ്യം വഴി എന്നെ ഞാൻ പ്യൂരിഫൈ ചെയ്തു. എന്തുപയോഗിച്ചുകൊണ്ട്? മറിയ സ്തുതി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചു. പറയുമ്പോൾ അമ്മയ്ക്ക് ഞാൻ വണക്കം കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, അവിടെ അമ്മ വണക്കം സ്വീകരിച്ചു എന്നുള്ളതിനേക്കാൾ അമ്മ എന്നിൽ രൂപപ്പെട്ടു. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ 5 രഹസ്യം നിങ്ങൾ ചൊല്ലി കാഴ്ചവെക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല. കാരണം 5 ധ്യാനങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഒരു രഹസ്യം എന്ന് പറയുന്നത് 5 ധ്യാനങ്ങളാണ്. സന്തോഷത്തിൻ്റെ ദിവ്യ രഹസ്യമാണ്. ഇത് എക്സ്പോസ് ചെയ്തിട്ടില്ല. ഇതല്ലെങ്കിൽ ഇത് റിവീൽ ചെയ്യപ്പെടാത്ത രഹസ്യമാണ്. ഡിസ്ക്ലോസ് ചെയ്യാത്തൊരു രഹസ്യമാണ്. ഇതിങ്ങനെ വെച്ചിരിക്കുക കർത്താവ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനകത്താണ്. ഇതിനകത്താണ്. ഈ രഹസ്യം ധ്യാനിക്കുന്ന, ആത്മാവിൽ ധ്യാനിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അധരം നുണ പറയുന്ന അധരമാണെങ്കിൽ, വീണ്ടും നമ്മൾ ആ വചനത്തിലേക്ക് എത്തുക. നുണ പറയുന്ന അധരമാണെങ്കിൽ ഈ രഹസ്യങ്ങൾ ധ്യാനിച്ചതെല്ലാം വെള്ളത്തിൽ വരച്ച വരയാം. ഒരു ഗുണവുമില്ല. നമ്മൾ ചൊല്ലിയ ജപമാലയിലൊന്നും, നുണ പറയുന്ന അധരത്തോടുകൂടി ചൊല്ലിയ ജപമാലയൊന്നും സ്വീകരിക്കപ്പെടുന്നില്ല പ്രിയപ്പെട്ടവർ. സ്വർഗം റെഡിയാണ്. പക്ഷെ നമ്മൾ കൊടുത്തത് ചെളിയിൽ പുരട്ടി ഒരാൾക്ക് ഞാനൊരു ഫ്രൂട്ട് കൊടുത്താൽ ആരെങ്കിലും വാങ്ങിക്കുമോ? അത്തരത്തിൽ ചെളിയിൽ പുരണ്ട പ്രാർത്ഥനകളാണ്, ഫ്രൂട്ട്സാണ്. അതാണ് നമ്മൾ കൊടുക്കുന്ന ദൈവത്തിന്. പുഷ്പങ്ങൾ, പരിശുദ്ധ അമ്മയ്ക്ക് പുഷ്പങ്ങൾ സമർപ്പിക്കുക. നമ്മൾ ആ പുഷ്പങ്ങൾ ചെളിയിൽ കുതിർത്തി അമ്മയ്ക്ക് കൊടുത്താൽ അമ്മയ്ക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? പ്രിയമുള്ള ദൈവജനമേ, അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അധരത്തിൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിയണം. ഇത് കുറേ തിന്നുകൂട്ടാനുള്ള സംഭവമല്ല. ഇത് മാലിന്യ സംസ്കരണ പ്ലാന്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തേക്ക് എല്ലാം വിട്ട് അതൊരു മിക്സി കണക്കെ ഇവിടെ കിടന്ന് വർക്ക് ചെയ്ത് നേരെ താഴത്തേക്ക് ട്യൂബ് വഴി ഇറക്കുന്ന ഒരു സിസ്റ്റം അല്ല പ്രിയപ്പെട്ടവരത്. അതിനകത്ത് പ്രാർത്ഥനയുടെ അഭിഷേകത്തിൻ്റെ തലമുണ്ട്, അതിനകത്ത് പ്രവചനങ്ങളുണ്ട്, അതിനകത്ത് അനുഗ്രഹമുണ്ട്, അതിനകത്ത് വാണിംഗ് ഉണ്ട്, അതിനകത്ത് ഒരു ആശ്വാസത്തിൻ്റെ തലമുണ്ട്, അതിനകത്ത് ഒരു പ്രബോധനമുണ്ട്, അതിനകത്ത് ജ്ഞാനമുണ്ട്, അതിനകത്ത് പുണ്യങ്ങളുണ്ട്, അതിനകത്ത് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണങ്ങൾ എല്ലാ വേസ്റ്റും സ്വീകരിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ എൻട്രി അല്ല അത്. അതുകൊണ്ട് ഇതിലേക്ക് നിങ്ങൾ ഇടുന്നതല്ല, ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നിൻ്റെ ഉദരത്തെ വിശുദ്ധമാക്കുന്നതും ആത്മാവിനെ പരിശുദ്ധമാക്കുന്നതും. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, ശരീരം ഹെൽത്തി ആകണോ? അധരം വിചാരിച്ചാൽ പറ്റും. അധരം അടയ്ക്കേണ്ടിടത്ത് അടയ്ക്കണം. 2 സ്ഥലത്താണ് കർത്താവ് നമുക്ക് ഷട്ടർ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് അധരത്തിനും ഒന്ന് കണ്ണുകൾക്കും. രണ്ടും ആവശ്യമില്ലാത്തിടത്ത് ഓപ്പൺ ചെയ്യരുത്. ഹല്ലേലൂയ. 2ിലൂടെയും അശുദ്ധി കടന്നു വരും, 2ിലൂടെയും പാപം കടന്നു വരും. പക്ഷെ കാതുകൾ ഫുൾ ടൈം ഓപ്പണാണ്. അത് കേട്ടേ പറ്റൂ. നിന്നെക്കുറിച്ചുള്ള കുറ്റം പറച്ചിലെല്ലാം നീ കേട്ടേ പറ്റുള്ളൂ, അതടയ്ക്കാൻ പറ്റില്ല. നിന്നെക്കുറിച്ചുള്ള അപവാദങ്ങളെല്ലാം നീ കേട്ടേ പറ്റുള്ളൂ. നിൻ്റെ ദൈവത്തിൻ്റെ ശകാരം, ദൈവസ്വരം നീ കേട്ടേ പറ്റുള്ളൂ. ഇതിനും കൂടി ഷട്ടർ വെച്ചിരുന്നെങ്കിൽ നിങ്ങളാരും ഈ വചനം കേൾക്കില്ലായിരുന്നു. നിങ്ങൾ ക്ലോസ് ചെയ്ത് സുഖമായിട്ട് കിടന്നുറങ്ങിയേനെ. പക്ഷെ ദൈവം എന്നിട്ട് പോലും സുഖക്കുറവില്ലാതെ ഉറങ്ങുന്നുണ്ട്. അത് മറ്റൊരു തലം. എന്നിട്ട് പോയി കർത്താവ് ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുക. ബ്രദർ പറയുന്ന ഒക്കെ ശരിയാന്ന് പറഞ്ഞ് കുറച്ച് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ചിലർ വളരെ ഭക്തിയോടുകൂടെയാണ് വചനം ശ്രവിക്കുന്നത്. ആടാതെ ഉറങ്ങാൻ പഠിച്ചവരവർ, ആടാതെ ഉറക്കം തൂങ്ങാതെ ഉറങ്ങാൻ പഠിച്ചവരുണ്ട് ഇതിനകത്ത്. പ്രിയമുള്ളവരെ, എങ്ങനെയാണെങ്കിലും ഇതിന് മുകളിൽ ഇത് പഞ്ചേന്ദ്രിയങ്ങളുടെ ഒരു ഏരിയ ആണല്ലോ. നമ്മുടെ ശിരസ് എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഏരിയ. അതിലൂടെയാണ് പാപവും ദൈവിക നന്മകളും കടന്നു വരുന്നത് ശരീരത്തിലേക്ക്. അതിനെ നിങ്ങൾ അടച്ചു പൂട്ടിയാൽ കർത്താവും അടച്ചു പൂട്ടും പലതും. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, ഈ 2 ദിവസത്തിൻ്റെ ഫസ്റ്റ് ഡേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. 6:30 ആയി. 6:45 ഹോളി മാസാണ്. അപ്പോൾ നമ്മൾ ഇനി ഇത് കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. ഈ ക്ലാസ്സിൻ്റെ കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ആദ്യത്തെ 5 കാര്യങ്ങളും അതിനോട് ചേർന്ന് നമ്മളിലേക്ക് കടന്നു വരുന്ന പാപത്തിൻ്റെ 5 തലങ്ങളും അതിൽ നിന്നുരുത്തിരിയുന്ന മെയിൻ പാപം, അതാണ് ഇതിൽ പറഞ്ഞ നുണ എന്ന് പറയുന്നത്. ഇതാണ് നിൻ്റെ ആത്മസ്ഥിതിയെ കെടുത്തിക്കളയുന്നത്. നിനക്കൊരു നല്ലൊരവസ്ഥയിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ടോ? അധരത്തെ വിശുദ്ധീകരിച്ചാൽ മതി. അധരം ഓക്കെയാണെങ്കിൽ, അധികം കുറ്റം വിധിക്കാത്ത അധരമാണെങ്കിൽ, നുണ പറയാത്ത അധരമാണെങ്കിൽ അതിൽ ദൈവസ്തുതിപ്പ് ഉണ്ടാകും,
ഭാഷാവരം ഉണ്ടാവും, അതിൽ ദൈവിക നന്മകൾ കുടികൊള്ളും. പ്രിയപ്പെട്ടവരെ, അതൊരിക്കലും വിട്ടുപോകത്തില്ല. ഈ വചനത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പറയുന്നു, ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സ്ഥിതിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ഇവിടെയും അഞ്ച് സമൂഹങ്ങളെ പരിചയപ്പെടുത്തുക. പരിച്ഛേദിതനും അപരിച്ഛേദിതനും, സ്ഥിതിയനും ഗ്രീക്കുകാരനും യഹൂദനും, ഇങ്ങനെ 5 തലങ്ങളെ, ഒരു വ്യക്തിത്വങ്ങളുടെ 5 നേതൃത്വം അല്ലെങ്കിൽ 5 ഗ്യാങ്ങിനെ കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഏത് വ്യക്തിത്വമാണെങ്കിലും ക്രിസ്തു എല്ലാവരിലുമാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവാണ് സകല മനുഷ്യരിലും കുടികൊള്ളുന്നത്. അവരുടെ ആരാധനക്രമം വ്യത്യാസമുണ്ട്. അതിലൊത്തിരി പേര് ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, ഇസ്ലാം സഹോദരങ്ങളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, കാത്തലിക്സ് ഉണ്ട്. നമ്മൾ ഇതിലെല്ലാം ഇവരിലെല്ലാം കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. പക്ഷെ അവർ ജന്മം കൊണ്ട് മറ്റു വിശ്വാസങ്ങളെ ഫോളോ ചെയ്യുന്നവരോ മറ്റോ ആയിരിക്കാം. യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ഒരുപക്ഷെ അവർ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഞാനും നിങ്ങളുമാകുന്ന കത്തോലിക്കരെ സംബന്ധിച്ച് ഈ ഏക സത്യ ദൈവത്തെ ആരാധിക്കുന്ന നമ്മൾ, ഏക സത്യദൈവം ജീവിക്കുന്ന ക്രിസ്തുവിനെ അറിഞ്ഞ നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഏറ്റവും വലിയ അനുഗ്രഹമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കത്തോലിക്കൻ എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ നമ്മൾക്ക് സഹനങ്ങളുണ്ട്, കുറവുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പോരായ്മകളുണ്ട്, എല്ലാം ഉണ്ടായിരിക്കെയാണ് കർത്താവ് നമ്മളെ പൂർണ്ണമായും സ്നേഹിക്കുന്നത്. അവിടെയും ഈശോ പറയുന്നു, ക്രിസ്തു എല്ലാവരിലുമാണ്, എല്ലാമാണ്. അപ്പോൾ നമ്മൾ മേന്മ ഭാവിക്കുന്നെങ്കിൽ ക്രിസ്തുവിൽ മാത്രമേ മേന്മ ഭാവിക്കാനായിട്ടുള്ളൂ. വേറെ ഒന്നിലും നമുക്ക് മേന്മ ഭാവിക്കാനില്ല. കാരണം നമ്മൾക്കുള്ള കൃപകൾ പോലും അവൻ്റെ കരുണയാണ്. ഞാനിപ്പോൾ ഈ പറയുന്നുണ്ടെങ്കിൽ അതെൻ്റെ അതരമല്ല, ദൈവത്തിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുപോലെ അവൻ്റെ കരുണയാണ്. അവനിപ്പോൾ നീ മതി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എൻ്റെ വായിലൊന്നും വരില്ല. നീ ഇനി സംസാരിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഇത് തീർന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് പ്രാർത്ഥനാ ചൈതന്യം നമ്മളിലുണ്ടെങ്കിൽ പോലും ദൈവത്തിൻ്റെ കരുണയാണ്. നമുക്കതിൽ പോലും അഹങ്കരിക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് ഈശോ പറയുന്നു, നിൻ്റെ കുടുംബത്തിലെ 5 അവസ്ഥകളെ പറ്റി ഈശോ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സ്ഥിതിയനെന്നോ അടിമയെന്നോ, ഇത് നിൻ്റെ കുടുംബത്തിലെ അവസ്ഥകളാണ്. എൻ്റെ കുടുംബത്തിൽ ഇത്ര അവസ്ഥകളുണ്ട്. യഹൂദനുണ്ട്, ഗ്രീക്കുകാരനുണ്ട്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭർത്താവ് യഹൂദനാണെങ്കിൽ ഭാര്യ ഗ്രീക്കുകാരനായിരിക്കും, മക്കൾ സ്ഥിതിയനായിരിക്കും, ഒരെണ്ണം അടിമയായിരിക്കും, ഒരെണ്ണം പരിച്ഛേദിതനായിരിക്കും, മറ്റൊന്ന് അപരിച്ഛേദിതനായിരിക്കും. ഇങ്ങനെ എൻ്റെ കുടുംബത്തിൽ ഇത്ര അവസ്ഥകളുണ്ടെങ്കിലും ഈശോ പറയുന്നു, ക്രിസ്തു നിൻ്റെ കുടുംബത്തിൽ എല്ലാവരിലുമുണ്ട്, ക്രിസ്തു എല്ലാമാണ്. അപ്പോൾ നമുക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന എന്നിൽ മാത്രമേ ദൈവം ഉള്ളൂ എന്ന് എൻ്റെ കുടുംബത്തിൽ എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നവരിലും അല്ലാത്തവരിലും ദൈവിക ചൈതന്യമുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചറിയാൻ പറ്റിയാൽ മതി. മറ്റൊന്ന്, നിങ്ങൾ ജനിച്ച ദിവസം തന്നെ നിങ്ങൾ മരിക്കേണ്ട ദിവസവും ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്കൊരു ബർത്ത്ഡേ ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്കൊരു മരണ ദിവസം കൂടിയുണ്ട്. മറക്കരുത്. ഇന്നൊരു ദിവസം തീർന്നു. അതിൻ്റെ അർത്ഥം എനിക്ക് എത്ര ആരോഗ്യമുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിവസം തീർന്നു, മരിക്കാനായിട്ടുള്ള ഒരു ദിവസം അടുത്തു, അത്രയേ ഉള്ളൂ. എത്ര ആരോഗ്യമുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് എത്ര ആരോഗ്യമുണ്ടെങ്കിലും ജീവിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസിൻ്റെ ഒരു ദിവസം തീർന്നു, കംപ്ലീറ്റ് ആയിരുന്നു, തീരുക. പ്രിയമുള്ളവരെ, ഇതിൽ ഈശോയ്ക്ക് നിങ്ങൾ എത്ര ദിവസം കൊടുത്തിട്ടുണ്ട്? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈശോയ്ക്ക് നിങ്ങൾ എത്ര ദിവസം അനുവദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ? ഈശോയ്ക്ക് മാത്രം കൊടുത്ത ദിവസങ്ങൾ എണ്ണി നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല. എല്ലാവരുടെയും കൂടെ ഈശോയ്ക്ക് കൊടുത്ത ദിവസങ്ങളെ നമുക്ക് പറയാനായിട്ടുണ്ടാവുള്ളൂ. ജോലി ചെയ്തു, ബാക്കിയുള്ള കാര്യങ്ങളിൽ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ളൂ. പക്ഷേ ഇനി മുതൽ ഈ 3 ദിവസം ഈശോയ്ക്ക് കൊടുക്കാൻ നിങ്ങളൊന്ന് മനസ്സ് കാണിച്ചാൽ ഈശോ നിങ്ങൾക്ക് എന്തെല്ലാമോ തരാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആരോഗ്യം കണ്ടിട്ട് നമ്മൾ പറയരുത്, ഞാൻ ഇപ്പോഴെങ്ങും ചാകത്തില്ല. എന്നെ കാണാൻ വേണ്ടി ഒരാൾ വന്നപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. 3 അദ്ദേഹം ഭാര്യയും കൂടി വന്നതാണ്. വന്നപ്പോൾ ഭാര്യ പറഞ്ഞു, പുള്ളി ഒരു എക്സ് മിലിറ്ററിയാണ്, ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ ചേട്ടൻ ഇന്ന് ഞാൻ ചേട്ടനെ അല്ല, കോമൺ ആയിട്ട് പറയുകയാണ്, നമ്മുടെ ആത്മാവിനെ ദൈവം ഇന്ന് വിളിച്ചാൽ എന്ത് ചെയ്യും? അദ്ദേഹം അപ്പോൾ തന്നെ ഒരു ഫയൽ എടുത്തിട്ട് എൻ്റെ മുന്നിലേക്കാണ് ഇട്ടിട്ട് പറഞ്ഞു, ഞാൻ ബ്ലഡ് ചെക്കപ്പ്, എൻ്റെ ഫുൾ ബോഡി ചെക്ക് ചെയ്തതിൻ്റെ റിസൾട്ടാണ്. ഏതിലെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടോ നോക്കിയിടോ ബ്രദറെ? ഒന്നിലും
ഒരു പ്രോബ്ലം ഇല്ല. അപ്പോഴും ഞാൻ പറഞ്ഞു, ദൈവത്തിന് ഈ ബ്ലഡ് റിപ്പോർട്ട് ഒന്നും ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമല്ല. ഇന്ന് ചേട്ടൻ്റെ ആത്മാവിനെ ദൈവം സ്വീകരിച്ചാൽ ചേട്ടൻ എന്ത് ചെയ്യും? എന്ത് കൊടുക്കും പകരം? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പുച്ഛിച്ച് തള്ളി. അന്ന് ആ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ധ്യാനം കൂടാതെ അദ്ദേഹം തിരിച്ചുപോയി. വീടെത്തിയില്ല, ആൾ മരിച്ചു. പെട്ടെന്നൊരു നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലെത്തിയില്ല. നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. നമ്മൾ വെറും പുഴു എന്ന് പറഞ്ഞാൽ അതിനൊരു മേന്മയുണ്ട്, അതിൽ പാപമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പുഴു എന്ന് പറയാൻ പോലും നമുക്ക് പറ്റുന്നില്ല. മണ്ണെന്ന് പറഞ്ഞാൽ അതിനുമുണ്ട് ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ളൊരു എന്തെങ്കിലുമൊക്കെ അതിനകത്തുണ്ട്, നമുക്കതുമില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, അത്രയും പോലും വാല്യൂ ഇല്ല നമ്മളെ സംബന്ധിച്ച്. ഉള്ളിലുള്ള ഈ സംഭവത്തിന് മാത്രമേ എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് 3 ദിവസം നിങ്ങൾ മാറ്റിവെച്ചാൽ ഈശോയുടെ സന്നിധിയിലേക്ക് അത് ചെല്ലുമ്പോൾ നല്ല ബെസ്റ്റായിട്ട്, നല്ല ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ് എൻ്റേത് എന്ന് പറയാൻ നമുക്ക് പറ്റണം. നമ്മളിൽ പാപങ്ങളും കുറവുകളൊക്കെയുണ്ട്. പാപികളിൽ എന്താ പറയുക, പൗലോസ് ശ്ലീഹ പറഞ്ഞില്ലേ, ഇത്രയും ഒരു അഭിഷേകത്തിൻ്റെ തലത്തിൽ നിൽക്കുമ്പോഴാണ് ശ്ലീഹ പറയുന്നത്, ഞാൻ പാപികളിൽ ഒന്നാമനാണ്. ആ ഒരു ഏറ്റുപറച്ചിൽ തന്നെ എത്ര അഭിഷേകം ശ്ലീഹയിലേക്ക് ശ്ലീഹ മേടിച്ചെടുത്തെന്ന് നിങ്ങൾക്കറിയോ? ഒരൊറ്റ ഏറ്റുപറച്ചിൽ എത്ര അഭിഷേകം ഏറ്റെടുത്തു. പാപികളിൽ ഒന്നാമനെന്ന് പറഞ്ഞാൽ അവൻ്റെ എന്താ പറയുക, പിശാചിൻ്റെ ഐഡൻറ്റിറ്റി പുറത്താക്കപ്പെടും. പിശാച് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ പറയാൻ, സാത്താൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പാപം ചെയ്യുന്നില്ല എന്ന് പറയാനാണ് സാത്താൻ ഇഷ്ടം, മറഞ്ഞിരിക്കാനാണ് അവനിഷ്ടം. പക്ഷേ ഞാൻ പാപികളിൽ ഒന്നാമൻ എന്ന് പറയുമ്പോൾ എത്ര സ്പിരിറ്റ് ഉണ്ടോ പുറത്താക്കപ്പെട്ടേ പറ്റുള്ളൂ. പുറത്താക്കപ്പെട്ട് അത്രയും അഭിഷേകത്തെ സ്വീകരിക്കാൻ ഒരൊറ്റൊരു ഏറ്റുപറച്ചിൽ ശ്ലീഹായിക്ക് കാരണമായി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റുപറയണം, കർത്താവേ ഞാൻ പാപിയാണ്, ഞാൻ അയോഗ്യനാണ്, നിൻ്റെ മുൻപിൽ ആയിരിക്കാനുള്ള ഒരു യോഗ്യതയും എന്നെ സംബന്ധിച്ചില്ല. നിൻ്റെ ദാസന്മാരിൽ ഒരുവനായിട്ടെങ്കിലും എന്നെ നീ സ്വീകരിക്കണമേ എന്ന് യേശുവിൻ്റെ മുമ്പിൽ ഏറ്റുപറയാൻ നമുക്ക് പറ്റണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തി നമ്മൾ പറയുമ്പോൾ ഒറ്റയൊരു കാര്യമുള്ളൂ. ഇന്നത്തെ മൊത്തം വചനം എടുത്താൽ ഒന്നേ പറയാനുള്ളൂ, തലമുറകളുടെ വിശുദ്ധീകരണമാണ് ഈ ധ്യാനത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷമേ അത് നടക്കുകയുള്ളൂ എന്നുള്ളത് തിരിച്ചറിയണം. നമ്മളാദ്യം വിശുദ്ധീകരിക്കപ്പെടുക, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ അവരിൽ എന്ത് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് നമ്മളിൽ രൂപപ്പെടുത്തുക, എന്നിട്ട് അവരിലേക്ക് നമ്മളിൽ നിന്ന് അയക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല, എൻ്റെ മകൾ എന്നെ അനുസരിക്കുന്നില്ല, എൻ്റെ ഭർത്താവ് എന്നെ അനുസരിക്കുന്നില്ല, എൻ്റെ ഭാര്യ എന്നെ അനുസരിക്കുന്നില്ല. അപ്പോൾ ആദ്യം അനുസരണത്തിൻ്റെ അരൂപി എന്നിൽ ഞാൻ സ്വീകരിച്ചിട്ട് എന്നിൽ നിന്ന് അവരിലേക്ക് ഞാനതിനെ അയക്കണം. അതാണ് ശരിയായ രീതി. ദൈവത്തിൽ നിന്ന് മേടിച്ച് ഇവിടെ കൊടുക്കരുത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, പരിശുദ്ധ ബലിക്ക് നമ്മൾ ഒരുങ്ങുക. അപ്പോൾ 6:45 ബലി. 5 മിനിറ്റ് നിങ്ങൾക്കൊന്ന് ഫ്രഷ് ആവാനുള്ള ടൈമാണ്. അതിനുശേഷം ആ വലിയ ചാപ്പൽ അവിടെ വെച്ചിട്ടാണ് പരിശുദ്ധ ബലി അർപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഫ്രഷായിട്ട് അങ്ങോട്ട് വരിക. നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് ഈ ധ്യാനത്തിലൂടെ നേടിയെടുക്കേണ്ട എല്ലാ ആത്മീയ ഭൗതിക നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മ വഴി സമർപ്പിച്ചേ. കർത്താവേ, എൻ്റെ ഈ ആവശ്യങ്ങളിൽ നീ ഇടപെടണം എന്ന് നിങ്ങൾ ചോദിക്കുന്നത് എന്താണോ അതേസമയം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നേ പരിശുദ്ധ ബലിപീഠത്തിലേക്ക് നമുക്ക് കൊടുക്കാം. നമുക്ക് വേണ്ടി ഇന്ന് ദിവസം ബലിയർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അച്ഛൻ്റെ എല്ലാ ഇൻറ്റൻഷൻസും നമുക്ക് സമർപ്പിക്കാം. അച്ഛനെ സഭയ്ക്ക് തന്ന അച്ഛൻ്റെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ ബലി അർപ്പിക്കുന്നത് വഴി നമ്മുടെ കുടുംബങ്ങളിൽ നിന്നതുപോലെ ദൈവവിളികൾ ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിരവധിയായിട്ടുള്ള പാപങ്ങളും അതിൻ്റെ എല്ലാ അവസ്ഥകളും ഈശോയ്ക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പുതിയൊരു സൃഷ്ടിയായി തീരുവാൻ എന്നെ നീ ഒരുക്കണമേ എന്നീ സമയം നാം പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി.